പ്രാർത്ഥിക്കാൻ പറ്റാതെ വണ്ണം എന്നെ മന്ദത പിടിപ്പിക്കുന്ന പിശാചിന്റെ രോഗമണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പുറത്താക്കുന്നു. പുറത്താക്കുന്നു. ഞാൻ ഫ്രീയാകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. അന്ന് സൗഖ്യമാക്കിയ യേശു എല്ലാ മണ്ഡലത്തിനകത്ത് ഇന്ന് സൗഖ്യമാക്കാൻ കർത്താവ് മതിയവനാണ്. പാപത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ടവർ, മദ്യപാനത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ടവർ, ലോകമോഹങ്ങളിൽ സൗഖ്യം പ്രാപിക്കേണ്ടവർ ഈ വചനത്തിലൂടെ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല ശാരീരികമായി രോഗം അനുഭവിക്കുന്നവർ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറയണം, അന്ന് സൗഖ്യമാക്കുക യേശു, ഇന്നും നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ആ സൗഖ്യം നിന്ന് പോയിട്ടില്ല, ആ സൗഖ്യം തീർന്നു പോയിട്ടില്ല, ആ സൗഖ്യം ഇന്നും പ്രവർത്തിക്കുന്നു. ആ സൗഖ്യം ഞാൻ ഇന്ന് പ്രാപിക്കും, ആ സൗഖ്യം ഞാൻ ഇന്ന് വിടുതൽ ഏറ്റെടുക്കും. ഇന്ന് തിരിച്ചു പോകുമ്പോൾ വന്നത് രോഗത്തോടെ ഞാൻ തിരിച്ചു പോകുമ്പോൾ രോഗത്തെ വലിച്ചെറിഞ്ഞ് പുതപ്പിട്ടും കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. രോഗത്തിന് കാരണമായ പുതപ്പിനെ വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് ഞാൻ യേശുവിനോടൊപ്പം നടന്നു പോകും. ഹല്ലേലൂയ. കുരുടനായ മനുഷ്യൻ സ്വത്രം യേശുവിനെ കണ്ടൂലേ? അവൻ പുതപ്പിട്ടും കളഞ്ഞ് ഓടിയില്ലേ? ദൈവത്തിന് സ്വത്രം. പുതപ്പിട്ടും കളഞ്ഞെന്ന് ഓടാൻ പോകുകയാണ്. അമ്മേ, സകലം വിടുവിക്കപ്പെട്ട് പോകാൻ പോകുകയാണ്. ആദികൾ മാറുന്നു, വ്യാധികൾ മാറുന്നു, ഭാരങ്ങൾ മാറുന്നു, ദുഃഖങ്ങൾ മാറുന്നു, നിരാശകൾ മാറുന്നു, പ്രതിസന്ധികൾ പൊട്ടുന്നു, ശത്രുവിന്റെ മണ്ഡലങ്ങൾ അടിയുന്നു, കോട്ടകൾ ഉടയുന്നു. ഏതിലാണോ രോഗം, ദീനം ഏതിലാണോ ആ ഭാഗത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങി ഇന്ന് പകൽക്കാലം കത്തിക്കാൻ പോയ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി പൊട്ടിക്കേണ്ടതിനെ പൊട്ടിക്കാൻ പോകുന്നു കർത്താവ്. എന്റെ ദൈവം സ്വന്തം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാകയാൽ സകലതും ചെയ്യുവാൻ ദൈവം പ്രാപ്തൻ തന്നെ. ഹല്ലേലൂയ. പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. നമ്മൾ ആരാധിക്കുന്ന പൂർണ്ണ മനുഷ്യനാണ്, ഒപ്പം പൂർണ്ണ ദൈവവുമാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അടുത്ത വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ 6:ന്റെ അടുത്ത വാക്യം വായിച്ചേക്കാം. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഫിലിപ്പോസിനോട് ചോദിച്ചു, ഫിലിപ്പോസേ, ഒരുപാട് ആൾക്കാരുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, എവിടെ നിന്ന് വാങ്ങും? അടുത്ത് ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. കർത്താവ് ഭക്ഷണം ആദ്യമേ കണ്ടു. ഇവര് കണ്ടില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സഹോദരൻ നീ കണ്ടില്ല. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം റെഡിയായി. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതെല്ലാം, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം സ്വർഗം റെഡിയാക്കി വെച്ചിട്ട് ചോദിക്കുക, ഫിലിപ്പോസേ, ഇവർക്ക് എവിടെ നിന്ന് കൊടുക്കും? ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായ വിഷയത്തോടല്ലേ വന്നേ? കർത്താവ് മോളെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക, മോനെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക. നീ വ്യത്യസ്തമായ ഭാരത്തോടെ ഇതിനകത്ത് വന്നു, എന്റെ കർത്താവെ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ കർത്താവ് മക്കളെ നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക. യേശുപ്പച്ചൻ ചോദിച്ചു, എവിടെ നിന്ന് കൊടുക്കൂന്ന് ചോദിച്ചു അല്ലേ? യേശു പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു അല്ലേ? അർത്ഥം എന്താ? യേശു കൊടുക്കും മുമ്പേ കണ്ടിട്ടാ പറഞ്ഞേ. ഇന്നിതിനകത്ത് കണ്ടിട്ട് യേശു വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ അടുക്കൽ വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ട് യേശു നിൽക്കുന്നുണ്ട്. കർത്താവ് മക്കളെ, നിന്റെ വിഷയം നിനക്ക് വലുതായിരിക്കും, പക്ഷെ എനിക്കത് വലുതല്ല. നമ്മുടെ വിഷയം നമുക്ക് ഭയങ്കര വലുതാണ്, പക്ഷെ നമ്മുടെ അടുക്കൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ നോക്കിയാൽ നമ്മുടെ വിഷയം ഒരു പൊടിയുടെ വലിപ്പം പോലും നോക്കിയേ. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി നിന്നാൽ നമ്മുടെ വിഷയം ഒരു പൊടിക്ക് തുല്യം പോലും ഇല്ല. അത്രയ്ക്ക് വലിയവനാണ് ആര്? എൻ്റെ അപ്പം പറയും, നിന്റെ വിഷയം എൻ്റെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത വിഷയം മക്കളെ. അത്രയ്ക്ക് ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ വിഷയത്തെക്കാൾ വലുത് ഞാനാകയാൽ. ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ, എനിക്ക് വേണ്ടിയുള്ളതെല്ലാം എൻ്റെ ദൈവം തയ്യാറാക്കി കഴിഞ്ഞു. പറഞ്ഞു, തയ്യാറാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. വായിച്ചേ. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. കണ്ടോ, യേശുവിനെ അറിയായിരുന്നു. ഇപ്പൊ അപ്പം എടുക്കുമെന്നും സ്വർഗത്തേക്ക് നോക്കുമെന്നും നുറുക്കുമെന്നും നുറുക്കി കൊടുക്കുമെന്നും ഇവരെ പന്തിയായിട്ട് ഇരുത്തുമെന്നും മിച്ചം വരുമെന്നും ആരെ കണ്ടു? ഇതാണ് യേശു. ഇതാണ് യേശു. അർത്ഥം, നീ കാണും മുമ്പേ, ഞാൻ കാണും മുമ്പേ, നമ്മൾ കാണും മുമ്പേ നമ്മുടെ വിഷയത്തിന്റെ മിച്ചം കാണുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. കാര്യം കഴിഞ്ഞിട്ട് മിച്ചം എത്ര ഉണ്ടെന്ന് മുമ്പേ കൂട്ടി
അറിയുന്ന ഒരു രക്ഷകൻ ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിഷയം നമുക്ക് വലുതായിരിക്കാം, പക്ഷെ നമ്മുടെ നടുവിൽ നിൽക്കുന്ന വിഷയത്തെ അല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ നടുവിൽ നിൽക്കുന്ന ഒരുവനുണ്ട്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഒരുവൻ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഓ സ്തോത്രം, നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്. ആ കർത്താവിനെ നിങ്ങൾ കണ്ടാ, യേശുവിനെ ഒന്ന് കണ്ടേ, യേശുവിനെ ഒന്ന് കണ്ടേ. യേശുവിനെ കണ്ടാൽ വിഷയങ്ങൾ വിഷയമേ അല്ല, പ്രശ്നങ്ങൾ പ്രശ്നമേ അല്ല, പ്രതിസന്ധികൾ പ്രതിസന്ധിയേ അല്ല, ഈ ഭാരം ഭാരമേ അല്ല, ഈ ഞെരുക്കം ഞെരുക്കമേ അല്ല. കാരണം പ്രശ്നങ്ങളെ വലുതായി കണ്ടാൽ ഭാരം വലുതായി കാണും, പക്ഷെ പ്രശ്നങ്ങളെ ചെറുതായി കണ്ടാൽ, ദൈവത്തെ വലുതായി കണ്ടാൽ, തൊട്ടപ്പുറത്ത് പ്രശ്നത്തിന് പരിഹാരം തുറന്നിരിക്കും. ഹല്ലേലൂയ, പ്രശ്നത്തിന് പരിഹാരം തുറന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നത് കർത്താവിനെ അറിയാമായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന അനേകം തീ പോലെ ഇരിക്കുക. എങ്ങനെ കർത്താവ് എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്ന് തീ പോലെ ഇരിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ എൻ്റെ വിലയും എൻ്റെ വലിപ്പം അറിയായാൽ നീ തീ പോലെ ഇരിക്കുന്നു. നിനക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ഓ സ്തോത്രം, നിനക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി ഒരുക്കി വച്ചിരിക്കുക. നീ അത് ഭക്ഷിക്കാൻ മാത്രം ചെയ്താൽ മതി. നീ സ്തോത്രം, ഹല്ലേലൂയ, നീ എവിടെ നിന്ന് നോക്ക്, കർത്താവിനെ നോക്ക്, കർത്താവിൻ്റെ ശക്തി മാത്രം നോക്ക്. ആ ദൈവത്തെ കൊണ്ട് അസാധ്യം ഒന്നുമേ ഇല്ല. പാട്ടുകാരൻ പാടി, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായ യഹോവയ്ക്ക് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ അപ്പനെ ഞാൻ പലപ്പോഴും ഗ്രഹിക്കാത്ത ആളാണ്. അപ്പൻ്റെ വലിപ്പം എന്തെന്നോ അപ്പൻ്റെ ശക്തി എന്തെന്നോ ഞാൻ പലപ്പോഴും ഗ്രഹിക്കാത്ത ആളാണ്. യേശപ്പ, എൻ്റെ കർത്താവേ, എൻ്റെ അവിശ്വാസത്തെയും എൻ്റെ ചുരുങ്ങിയ ചിന്താഗതികളെയും വെട്ടിമാറ്റി എന്നെ അങ്ങേ കാണേണ്ടവണ്ണം കാണാൻ, അറിയേണ്ടവണ്ണം അറിയാൻ, അങ്ങ് മഹത്വപ്പെടുത്തേണ്ടവണ്ണം മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ആരാണെന്നും അങ്ങയുടെ വലിപ്പം എത്രയുണ്ടെന്നും ആ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്നും ഒന്ന് ഇറങ്ങി വന്ന് മനസ്സിലാക്കാൻ എൻ്റെ മേൽ അങ്ങയുടെ ശക്തിയെ തരിക എന്ന് ഇതിനകത്ത് പ്രാർത്ഥിച്ചാൽ പൈതങ്ങളെ ആ ദൈവത്തിൻ്റെ ശക്തിയെ രുചിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്ന് കർത്താവിനെ അറിയാമായിരുന്നു. ആദ്യമേ അറിയാം, അറിഞ്ഞിട്ട് തന്നെയാ പറഞ്ഞു. അടുത്ത വരി വായിച്ചേ. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന്, ഓരോരുത്തന് അല്പം അല്പം അപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി, ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ, പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് സംശയമാണ്, ഇത്രയും പേർക്ക് എന്തുള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ. അടുത്ത വരി, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പറഞ്ഞതാരാ? ആളെ ഇരുത്താൻ പറഞ്ഞതാരാ? യേശു. ഇരുത്താൻ പറയുന്നവനാണ് വില. പറഞ്ഞതാരാ? സർവ്വശക്തൻ. ഹല്ലേലൂയ. പറഞ്ഞവന് വിലയുണ്ട്. പറഞ്ഞവന്റെ വാക്കൊരിക്കലും തെറ്റിപ്പോയിട്ടില്ല. ഓ, മാറാത്ത വാക്കുള്ളവനാണ് പറഞ്ഞത്. ഓ, മാറുന്ന വാക്കല്ല ദൈവത്തിൻ്റെത്. ഒരു വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും മാറത്തില്ല, അത് അതുപോലെ നടക്കും. ഇന്നുവരെയും മാറിയിട്ടില്ല, ഇനിയും മാറുകയില്ല, അത് തന്നെ നടക്കും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ മാറാത്ത വാഗ്ദത്തം പ്രാപിച്ചവരായി അതിരിക്കുന്നവര് ഇന്ന് ഞാൻ പറയട്ടെ, പൈതലെ, കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിച്ച പൈതലെ, നീ തളർന്നു പോകല്ലേ. മാറാത്തൊരു വാഗ്ദത്തം ദൈവം, മാറാത്തവനായ ദൈവം തന്നിട്ടുണ്ട്. മാറുന്ന മനുഷ്യൻ തന്ന വാഗ്ദത്തമല്ല, മാറുന്ന ലോകം തന്ന വാഗ്ദത്തമല്ല, മാറിപ്പോകുന്ന സാഹചര്യം തന്ന വാഗ്ദത്തമല്ല, മാറാത്ത നിലനിൽക്കുന്ന എന്നേക്ക് നിലനിൽക്കുന്ന ദൈവം തന്ന വാഗ്ദത്തം. അത് നിന്റെ മേൽ നിവർത്തിയാകാൻ സമയമായി. ഓ
ജീസസ്, ഹല്ലേലൂയ. മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കിയില്ലേ? ആ മൂലക്കല്ലിൽ നമ്മെ ഒട്ടിച്ച ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ ഒട്ടപ്പെട്ട പൈതലെ, നിനക്ക് വേണ്ടി തുറക്കുന്നതും ഉടയ്ക്കുന്നതും ഒരുക്കുന്നതും പണിയുന്നതും നുറുക്കുന്നതും തരുന്നതും ദൈവമാകയാൽ. ഓ ജീസസ്, നീ പതറണ്ട, നീ പതറല്ലേ, സംശയിക്കല്ലേ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. കണ്ടോ, വേണ്ടുന്നിടത്തോളം കൊടുത്തു, വേണ്ടുന്നിടത്തോളം തരാൻ. ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വേണ്ടുമ്പോഴും പ്രാർത്ഥിക്കാൻ കൃപ തരാം. നശിച്ചു പോകാത്ത ഒരപ്പം തന്ന് വേണ്ടുവോളം പ്രാർത്ഥിപ്പാൻ, വേണ്ടുവോളം അഭിഷേകത്താൽ നിറഞ്ഞൊഴുകാൻ, ഇന്നൊരു ദൈവശക്തിയെ പകരാൻ യേശു ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്താണോ ജയത്തോടെ പുറത്തു വരാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നത്, ആ ഭാഗത്ത് നിന്ന് കണ്ണ് തുറക്കത്തക്ക നിലവാരത്തിൽ അപ്പമെടുത്ത് നുറുക്കി തരുവാൻ ശക്തനാകുന്ന ജീസസ്. അമ്മേ, യേശു വന്നിട്ടുണ്ട്. യേശുവിന്റെ അടുക്കൽ നിൽക്കുക, യേശുവിന്റെ അടുക്കൽ നിൽക്കുക, യേശുവിന്റെ അടുക്കൽ നിൽക്കുക. ഉസിയാവ് മരിച്ച ആണ്ടിൽ യഹോവയാകുന്ന ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. സാറാപ്പുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുവനോട് ഒരുവൻ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർപ്പിടുമ്പോൾ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു, ആലയം പുക കൊണ്ട് നിറഞ്ഞു, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മുടെ ആലയത്തിനകത്തും യേശു ക്രിസ്തു സർവ്വസൈന്യാധിപനായി സർവശക്തനായി നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വ്യത്യസ്തമായി നീറുന്ന വിഷയത്തോടെയാണ് ഇതിനകത്ത് വന്നതെങ്കിൽ ആ വിഷയത്തിന് നടുവിൽ പരിഹാരം തരാൻ, നുറുക്കി ഒന്ന് തരാൻ, എന്റെ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ, വിശ്വസിച്ചതുപോലെ, വിശുദ്ധിയോടെ ജീവിച്ചതുപോലെ എനിക്ക് കഴിയുന്നില്ല കർത്താവെ, എന്നെ ഒന്ന് തൊടണമേ എന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ നശിച്ചു പോകാത്ത ഒരു ശക്തിയെ പകർന്ന്, എന്നേക്ക് നിലനിൽക്കുന്ന ഒരു ശക്തിയെ പകർന്ന് പുറത്തെടുക്കുവാൻ കഴിവുള്ള ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ വിശപ്പിന് വേണ്ടി എൻ്റെ ദൈവം അപ്പം നുറുക്കി കൊടുത്തെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്നവരുടെ വിശപ്പ് ആ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, ആ വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, നിലനിൽക്കുന്ന ചിലതിന് വേണ്ടിയുള്ള വിശപ്പ്. ഓ ജീസസ്, ജീസസ്. അഭിഷേകത്തിന് വേണ്ടിയുള്ള വിശപ്പ്, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ട വിശപ്പ്, വചനത്തിൽ ജീവിക്കാൻ വേണ്ട വിശപ്പ് ഇന്ന് ഇതിനകത്ത് ആർക്കല്ല അപ്രകാരം ദാഹത്തോടെ വന്നിട്ടുണ്ടോ? ഇപ്പൊ പാപത്തെ ജയിച്ച് എനിക്ക് ജീവിക്കണം, ക്രിസ്തുവിനായി ജീവിക്കണം, ലോകത്തെ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ, ദുഷ്ടന്റെ പദ്ധതികളെ ഉടച്ച് ജയിക്കാൻ എനിക്ക് കൃപ വേണോപ്പാ എന്ന് ആരെല്ലാം ദാഹിക്കുന്നുവോ ദാഹിക്കുന്ന ഉള്ളങ്ങളുടെ മേൽ പകരുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് കർത്താവേ ഒരു വിളക്കായി, ഒരു പ്രകാശമായി എനിക്ക് പുറത്തു വരണം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. വേദപുസ്തകം മത്തായി സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്ന മത്തായി സുവിശേഷം അതിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു 13-ാം വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവ് ഉപ്പാകുന്നു എന്ന് പറഞ്ഞ് എന്നെ ഉപ്പാക്കി, പക്ഷേ ഉപ്പാകുന്ന ഞാൻ രുചി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പാ, രുചി കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ രുചി കൊടുക്കാൻ പറ്റുന്ന ഒരു മന്ന ഇന്ന് എൻ്റെ മേൽ പകർന്ന, ഇന്ന് ഞാൻ ഈ ആരാധന വിട്ടു പോകുമ്പോൾ ഇതുവരെ രുചി കൊടുക്കാത്ത ഞാൻ എൻ്റെ അപ്പൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ്, ഓ ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്, ആരൊക്കെ പറയുന്നുണ്ട്, യേശുവേ ഞാൻ ഇട്ടുകൊടുക്കുന്ന ഉപ്പ് പലപ്പോഴും ആർക്കും തൃപ്തിപ്പെടുന്ന ഉപ്പല്ല, വേദനിപ്പിക്കുന്ന ഉപ്പാണ്, നിരാശയുടെ ഉപ്പാണ്, അശുദ്ധിയുടെ ഉപ്പാണ്, പാപത്തിൻ്റെ ഉപ്പാണ്. എന്നാൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന കാരമുള്ള ഉപ്പായി മാറുവാൻ ഇന്ന് എൻ്റെ മേൽ, ഇന്ന് അപ്പത്തെ നുറുക്കി എൻ്റെ അകത്തും തരണമേ. ഹല്ലേലൂയ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? അപ്പച്ച, യേശപ്പച്ച പറഞ്ഞു വായിച്ചേ 13-ാം വാക്യം വായിച്ചേ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്ന് കൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. കണ്ടോ, ചവിട്ടുന്ന ഉപ്പല്ല, പിന്നെ രുചി കൊടുക്കുന്ന ഉപ്പ്. ഇന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ചവിട്ടുന്ന ഉപ്പല്ല, വലിച്ചെറിയപ്പെടുന്ന ഉപ്പല്ല, പിന്നെ ഈ ഭൂമിയിൽ രുചി കൊടുത്ത് നിലനിൽക്കുന്ന സ്വർഗ്ഗത്തിൽ രാജാവിന്റെ അടുക്കൽ
Praise the Lord. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ പറയും കർത്താവേ, കാരമില്ലാത്ത ഉപ്പല്ല, മനുഷ്യൻ ചവിട്ടുന്ന ഉപ്പല്ല, ഉപയോഗം ഇല്ലാത്ത ഉപ്പല്ല, ഉപയോഗമുള്ള ഉപ്പ്, എവിടെയും പ്രയോജനമുള്ള ഉപ്പായി എനിക്ക് മാറണമെങ്കിൽ ഈ അപ്പം ഒന്ന് നുറുക്കി, ഈ അപ്പം ഒന്ന് നുറുക്കി എനിക്കും തരണമേ. ഹല്ലേലൂയ. ആരൊക്കെ പറയും അപ്പാ ഈ അപ്പം ഒന്ന് നുറുക്കി എനിക്കും തരണമേ. യേശപ്പൻ ഇന്ന് അവിടെ അപ്പം കൊടുത്തെങ്കിൽ അതേ അപ്പം നുറുക്കി എൻ്റെ അകത്തും എനിക്കും കർത്താവേ എൻ്റെ അപ്പനൊന്ന് രുചിച്ചറിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ ഉപ്പായി, അപ്പൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ രുചി കൊടുക്കുന്ന ഉപ്പായി, കാരമുള്ള ഉപ്പായി എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ ദേശത്തിനകത്ത്, പറഞ്ഞ എൻ്റെ ബന്ധുക്കളുടെ നടുവിൽ, എൻ്റെ പട്ടണത്തിനകത്ത്, ഞാൻ പോകുന്ന ഇടത്ത്, ഞാൻ വരുന്ന ഇടത്ത്, എല്ലായിടത്തും കർത്താവെ കാരമുള്ള ഒരു ഉപ്പായി മാറണമെങ്കിൽ അങ്ങ് അപ്പം എടുത്ത് നുറുക്കി എനിക്കും തരണമേ. അത് ഞാൻ ഭക്ഷിക്കട്ടെ, ഞാൻ കാരമുള്ള ഒരു ഉപ്പായി മാറട്ടെ. എൻ്റെ മക്കൾ പറയട്ടെ, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ പറയട്ടെ, എൻ്റെ സ്നേഹിതർ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നീ കാരമില്ലായിരുന്നു, നിന്റെ ഒരു സംസാരം കേട്ടാൽ പോലും ആർക്കും ഒരു ആത്മീക വർധന വരത്തില്ലായിരുന്നു, ഒരു സന്തോഷം വരത്തില്ലായിരുന്നു, ഒരു സമാധാനം വരത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല, ഇന്ന് അങ്ങനെ അല്ല. സന്തോഷം വന്നു, സമാധാനം വന്നു. അർത്ഥം ആ കാരമുള്ള ഉപ്പ് അത്രേ. ജീസസ്. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത വരി. ഒന്ന്, കാരമുള്ള ഉപ്പാകാൻ ഈ അപ്പം നമുക്ക് നുറുക്കി തന്നാൽ ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഇതുവരെ കാരമില്ലാത്ത വാക്കായിരുന്നെങ്കിൽ ഇനി എങ്ങനെയുള്ള വാക്കാ? കാരമുള്ള. ഹല്ലേലൂയ. സംസാരം മറ്റൊരാൾ കേൾക്കുമ്പോൾ നമ്മൾ വെള്ളമാണെങ്കിലും ആഹാരമാണെങ്കിലും രുചിക്കാൻ അറിയല്ലേ? ഞാൻ പറയാം, നമ്മുടെ സംസാരം പോലും അനേകം രുചിക്കാൻ പോകും. ഓ, കരമടിച്ചൊന്ന് ദൈവത്തിന് ദൈവത്തിന് പ്രവാചേ. അതേ കർത്താവേ, എൻ്റെ സംസാരം, ഓ എൻ്റെ സംസാരം, എൻ്റെ അടുക്കൽ സംസാരിക്കുന്നവർക്ക് രുചി പകരുന്ന, എൻ്റെ അടുക്കൽ വരുന്നവർക്ക് രുചി പകരുന്ന ഒരു സംസാരം, ഒരു നോട്ടം, ഒരു ചിന്ത, ഒരു പ്രവർത്തനം, ഒരു സ്തോത്രം പറയുമ്പോൾ അതിനകത്ത് മറ്റുള്ളവർക്ക് ഒരു രുചി. ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് മഹത്വം. ചില രുചിയുള്ള ചില ആൾക്കാരുണ്ട്, കർത്താവിൻ്റെ കൃപയുള്ള ചില ആൾക്കാരുണ്ട്. ചില ഡോക്ടേഴ്സ് നല്ല ക്രിസ്തുവിൻ്റെ കൃപയുള്ള രുചിയുള്ള ആത്മാവിൻ്റെ കൃപ പ്രാപിച്ച ചില ഡോക്ടേഴ്സ് ഉണ്ട്. മാരകമായ പ്രശ്നത്തോടും രോഗത്തോടും ഇപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞ് ആ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ ചിരിച്ചുകൊണ്ട് ആ ദൈവകൃപയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗിയുടെ 75% രോഗവും. കാരണം എന്താ? അതാ പറഞ്ഞേ, ഉപ്പ് കാരമുണ്ടെങ്കിൽ നീ എവിടെ പോയാലും, എത്ര വലിയ വിഷയമുള്ള ആൾ നിന്റെ അടുക്കൽ വന്നാലും, നിന്നെ കൊണ്ട് പറ്റുന്നില്ലെന്നല്ല, നീ പറയുന്ന ഒരു വാക്കിലൂടെ ആശ്വാസം, തണുപ്പ്, സമാധാനം, ധൈര്യം, സ്വസ്ഥത, ജീസസ്, ഒരു ചിരിയിലൂടെ, ഒരു നോട്ടത്തിലൂടെ, ഒരു വാക്കിലൂടെ സാരമില്ല എന്ന് പറയുമ്പോൾ, സാരമില്ല എന്ന് പറയുമ്പോൾ, ഇതൊന്നും വലിയ വിഷയമല്ലെന്നേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെന്തോന്നാ പറയുന്നേ? ചെറിയ വിഷയത്തിൽ വലുതാക്കി പറയൂല്ലേ? അതാണ് നമ്മുടെ കുഴപ്പം. അപ്പം രോഗമില്ലാത്തവർക്ക് രോഗം വന്ന് പിടിവിട്ട ആളെന്ത് ചെയ്യും? അപ്പം തന്നെ വന്ന വിഷയം. അതാണ് നമ്മുടെ സ്വഭാവം. പക്ഷെ കൃപയിൽ നിറഞ്ഞ ആളങ്ങനെയല്ല. പ്രശ്നം വരുന്ന ആളിനെ ഇതൊന്നും സാരമില്ലെന്നേ പറഞ്ഞു തീരുമേ 90% ആശ്വാസം ആളിന് വരും. തിരിച്ച് വന്നപ്പോൾ എടുത്തോണ്ട് വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ആൾ നടന്നു പോകും. കാരണം എന്താ? വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് അഭിഷേകം. ജീസസ്. എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുകയല്ല, യെശയ്യാവിന്റെ പുസ്തകത്തിലെ വചനം പറയുക, വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് ഞാൻ അവർക്ക് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തിരിക്കുന്നു. വാക്കുകൊണ്ട് തീ വെക്കാനല്ല, വാക്കുകൊണ്ട് താങ്ങാൻ. എങ്ങനെ? വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് ഞാൻ അവർക്ക് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തിരിക്കുന്നു. കണ്ടോ? കർത്താവായ യേശു ക്രിസ്തു അവർക്ക് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തിരുന്നു. എന്തിനു വേണ്ടി? വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് യേശു ക്രിസ്തു അവർക്ക് ശിഷ്യന്മാരുടെ നാവ് കൊടുത്തു. അല്ലേ? ദൈവത്തിന് സ്തോത്രം. വായിച്ചേ യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ.
ഇന്ന് ഇതിനകത്തൊരു അഭിഷേകം ഇറങ്ങുകയാണ്. ഓരോ മക്കളുടെ മേലും വാക്കുകൊണ്ട് താങ്ങാം. ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞവർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ തണുപ്പിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തി തിരിച്ചു പോകുന്നത് തീയോടെ അല്ല കേട്ടോ. അവർ പറയും, ഓ എൻ്റെ ഭാരം മാറി, എൻ്റെ വേദന മാറി. ഓ നീ പോകുന്ന സ്ഥലത്ത്, നീ വരുന്ന സ്ഥലത്ത്, ഭവനത്തിനകത്ത്, പുറത്ത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് ഇടപെടാൻ, ആത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാൻ, ആത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവരോട് സംസാരിപ്പാൻ ദൈവശക്തിയെ പകരുന്നു. സ്തോത്രം. വായിച്ചേ യെശയ്യാവിന്റെ പുസ്തകം 50-4 വായിച്ചേ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയണം. കർത്താവിൻ്റെ അറിവ്, കർത്താവിൻ്റെ അറിവ്. എങ്ങനെ തളർന്നിരിക്കുന്നതിനെ കുറെ കൂടെ തീ കൊണ്ടിടുന്നതാണോ? അല്ല, പിന്നെ വാക്കുകൊണ്ട്. നമ്മളെന്തെങ്ങനെയാണ് ചെയ്യുന്നത്? വാക്കുകൊണ്ട് താങ്ങുന്നതാണോ അതോ വാക്കുകൊണ്ട് തീർത്തിടുകയാണോ എന്ന് ചിന്തിച്ചു നോക്കിയേ. വാക്കുകൊണ്ട് വരുന്നവരെ 50% ഉള്ളവരെ 100 വിടും. ഞാൻ അവിടെ പോയിട്ട് വന്ന ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും, നല്ല വിശപ്പായിരുന്നു. പക്ഷെ ഇങ്ങനൊരു വാക്ക് അവിടെ കേട്ടപ്പോൾ എൻ്റെ വിശപ്പ് പോയി. കണ്ടോ? കാരണം എന്താ? വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവൊന്നുമല്ല അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് നാവാ ഉള്ളേ. ഇന്ന് പകൽക്കാലം തിരികെ പോകുമ്പോൾ വന്നതുപോലെ അല്ല പോകേണ്ടത്. വാക്കുകൊണ്ട് താങ്ങാൻ അറിയുന്ന ഒരു ശക്തി പ്രാപിച്ച് പറഞ്ഞേ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിനുള്ള ശക്തി എനിക്കും വേണം. പറഞ്ഞേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഇന്നെനിക്ക്. 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 ഹല്ലേലൂയ. വായിച്ചേ ആ വാക്യം വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 50-4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ. യഹോവേ കർത്താവ്, യഹോവേ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എനിക്ക് ശിഷ്യന്മാരുടെ നാവ്. ആരുടെ നാവ്? ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? വാക്കുകൊണ്ട് താങ്ങാൻ. നിന്റെ അടുക്കൽ തീയോടെ വരുന്ന വ്യക്തിയോട് വാക്കുകൊണ്ട് താങ്ങിയിട്ട് പറയണം, പേടിക്കണ്ട, ഇതൊന്നും ഒന്നുമല്ല. മല പോലത്തെ പ്രശ്നമായിട്ടായിരിക്കും നിന്റെ അടുത്ത് വരുന്നത്. അവർ തിരിച്ചു പോകുമ്പോൾ ഫ്രീ ആയിട്ട് പോകണം. ഇത്രക്ക് മനസ്സിലായി? വന്നത് മല പോലത്തെ, തിരിച്ചു പോയപ്പോൾ ഷൂ ആയി. അതെങ്ങനെ പോകും? കർത്താവിൻ്റെ കൃപ പ്രാപിച്ച് നമ്മൾ ആത്മാവിൽ നിറഞ്ഞു പറയുമ്പോൾ, കാരമുള്ള ഉപ്പായി പറയുമ്പോൾ, നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തി തീയോടെ അല്ല പോകുന്നത്, ആശ്വാസത്തോടെ പോകും. അടുത്ത വാക്യം കൂടെ വായിച്ചേ. യെശയ്യാ 9 അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. രാവിലെ തോറും എന്റെ ദൈവം ഉണർത്തുന്നു. അടുത്ത ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിനെ. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. എന്റെ ചെവി എന്ത് ചെയ്യും? ഉണർത്തും. ഇന്നത്രവർക്ക് ചെവിയിൽ അഭിഷേകം വേണം. ആ ശബ്ദം കേൾക്കാൻ, ആ കൃപ അനുഭവിക്കാൻ, ആ സാന്നിധ്യം അനുഭവിച്ച് അതിനകത്ത് ജീവിക്കണം. അതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട. 1, വാക്കുകൊണ്ട് താങ്ങണം. 2, രാവിലെ തോറും ദൈവ ശബ്ദം കേട്ട് ആ ശബ്ദത്തിൽ ജീവിപ്പാൻ ഉള്ള ശക്തി പ്രാപിച്ചുകൊള്ളണം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, സ്വത്രം 1 ഉപ്പാകണമെങ്കിൽ 2 വെളിച്ചമാകണം. ഹല്ലേലൂയ. എത്രയൊക്കെ ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും സംസാരം, നോട്ടം, ചിന്തയൊന്നും ഉപ്പിൻ്റെതല്ല കർത്താവേ. ഉപ്പിന് നല്ല കളറാണ്, പക്ഷേ എനിക്കിപ്പോൾ പലപ്പോഴും ചെറിയ കളറുണ്ടെങ്കിലും വലിയ കളറുണ്ടെങ്കിലും എൻ്റെ സ്വഭാവം കണ്ടാൽ ആർക്കും കളർ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാണ്ടാമൃഗം പോലെയാണ് എന്നെ കാണുന്ന അനേകർ. സത്യത്തിൽ കർത്താവേ എൻ്റെ സ്വഭാവം ഒന്ന് ചേഞ്ച് ആക്കണം അപ്പാ. അതുകൊണ്ട് ഇന്ന് ഈ അപ്പം നുറുക്കി എനിക്കും തരണമേ.
ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നുറുക്കേണ്ടവൻ നുറുക്കി ഈ അപ്പം അങ്ങോട്ട് തരും. ഈ അപ്പം ഭക്ഷിച്ച് തിരിച്ചു പോകുമ്പോൾ വന്നത് കാണ്ടാമൃഗം പോലത്തെ സ്വഭാവമായിരിക്കും. തിരിച്ചു പോകുമ്പോൾ അപ്പം പ്രാപിച്ച ദൈവ പൈതലിൻ്റെ ഒരു സ്വഭാവമായി മടങ്ങിപ്പോകും. ഹല്ലേലൂയ. മറിയ ആത്മാവിൽ നിറഞ്ഞ് എലിസബത്തിന്റെ അടുക്കൽ വന്നു. ദൂരെ നിന്ന് വന്ദന സ്വരം പറഞ്ഞപ്പോൾ അകത്ത് എത്ര ലെയറിന്റെ അകത്ത് കിടന്ന കുഞ്ഞ് ആമേൻ ആത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാടി. നോക്കിയേ, ഒറ്റ വന്ദന സ്വരം കണ്ടോ, വാക്കിന്റെ ശബ്ദം കണ്ടോ, വാക്കിന്റെ ശബ്ദം അകത്ത് കിടന്ന ശിശുവിനെ ചലിപ്പിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇന്ന് ഇതിനകത്ത് ചിലരെ താങ്ങേണ്ടതിന്, ചിലരെ ബലപ്പെടുത്തേണ്ടതിന്, ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിന്, പിന്മാറിപ്പോയവരെ കൈക്ക് പിടിച്ചു എന്ന് പറയേണ്ടതിന്, ചിലരുടെ മേലൊരു ശക്തിയെ പകരുവാൻ യേശു ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ചില കരിക്കട്ടകൾ ഒഴുകൽ പോയി വാ, നിന്നെ യേശു സ്നേഹിക്കുന്നു പറയാൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വരിക. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് അപ്പവും അടയും തന്ന് അപ്പവും മീനും തന്ന് നിന്നെ ബലത്തോടെ പുറത്തെടുക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് നിന്റെ അടുക്കൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ ചിലരെ കർത്താവ് കാണുകയാണ്. ഇതിനകത്ത് പിന്മാറിപ്പോയ, അകന്നു പോയ, കൂട്ടം വിട്ട് മാറിപ്പോയ ചിലതിനെ ചേർത്ത് കൊണ്ട് നടത്തുവാൻ, അവരെ കൂടെ ഒന്ന് അടുപ്പിക്കാൻ, അവരെ കൂടെ ക്രിസ്തുവിലേക്ക് ഒന്ന് അടുപ്പിക്കാൻ, അവരെ കൂടെ പിന്മാറ്റത്തിലേക്ക് കൈക്ക് പിടിച്ച് കൊണ്ടുവരുവാൻ ചില ദൈവം ഇതിനകത്ത് കാണുകയാണ്. ഒന്നിനെ കുറിച്ച് ഭാരപ്പെടല്. കർത്താവ് ചില മക്കളുടെ മേൽ ശക്തിയെ പകരുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവരുടെ വിശപ്പ് മാത്രമല്ല, പിന്നെയോ ഒരിക്കലും നശിച്ചു പോകാത്ത ആ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവമാകുന്ന ആ ഉപ്പിനാൽ രുചി വരുത്തിയ ഒരു സ്വഭാവത്തെ നമുക്ക് തരുവാൻ വീട്ടിനകത്ത് പെരുമാറുമ്പോൾ, പുറത്ത് പെരുമാറുമ്പോൾ, ജീവിതത്തിനകത്ത് എല്ലാ A-Z മേഖലയ്ക്കകത്ത് ഇടപെടുമ്പോൾ കേൾക്കുന്നവരും കാണുന്നവരും അറിയുന്നവരും അവർ രുചിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അനേകർക്ക് തീയായിട്ടല്ല മാറേണ്ടത്, രുചിയായി. തീയായിട്ടല്ല മാറേണ്ടത് ആശ്വാസമായി, തീയായിട്ടല്ല മാറേണ്ടത് തണുപ്പായി, തീയായിട്ടല്ല മാറേണ്ടത് ധൈര്യമായി, തീയായിട്ടല്ല മാറേണ്ടത് ബലമായി. ഇതിനകത്ത് അത്തരത്തിലൊരു അഭിഷേകം ചില മക്കളുടെ മേൽ സ്വർഗം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തല മുതൽ പാദം വരെയും ഒരു ദൈവശക്തി ഇറങ്ങുന്നുണ്ട്. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് സ്തോത്രം, തീച്ചൂളക്കകത്ത് ഇറങ്ങിയ ഒരു അഭിഷേകമുണ്ട്. അതേ അഭിഷേകം ഇന്ന് ഈ ആലയത്തിനകത്തും സ്വർഗം ചില വ്യത്യസ്തമായ കൃപാവരങ്ങൾ ചില മക്കളുടെ മേൽ പകരുന്നുണ്ട്. ആ കൃപാവരം സാധാരണ കൃപാവരമല്ല. പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഉപ്പായി രുചി കൊടുക്കുന്ന ഒരു കൃപാവരം ഇതിനകത്ത് ഓരോ മക്കളുടെ മേൽ സ്വർഗം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ധൈര്യത്തോടെ പ്രാപിച്ച് ബലത്തോടെ വേണം തിരിച്ചു പോകാൻ. വന്നതുപോലെ പോകല്, പിന്നെ എങ്ങനെ പോകണം? ബലം പ്രാപിച്ച് തിരിച്ചു പോകണം. അടുത്ത വരി വായിച്ചേ, മത്തായിയുടെ സുവിശേഷം അടുത്ത വരി. മലമേലിരിക്കുന്ന പട്ടണം, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. കാരമുള്ള ഉപ്പും വിളക്കും എവിടെ ഇരിക്കുന്നത്? കർത്താവ് എവിടെ വെച്ചിരിക്കുന്നത്? മലയുടെ പുറത്താ വെച്ചിരിക്കുന്നത്. താഴെ അല്ല. കമന്ന് നടക്കാനല്ല, പിന്നെ എങ്ങനെ നടക്കാൻ? നിവർന്ന് നടക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? കമന്ന് നടക്കാനല്ല. ശത്രുവിന്റെ കോട്ടയെ പൊട്ടിച്ച് നിങ്ങളെ പലപ്പോഴും തലയെ കമഴ്ത്തി പിടിപ്പിക്കുന്ന കർത്താവ് മുകളിൽ നിർത്തിയിരിക്കുക. പക്ഷെ ഇപ്പോഴും ഏതൊക്കെ മണ്ഡലത്തിനകത്ത് ഒരു അപകർഷത ബോധം പോലെ മനസ്സ് അസ്വസ്ഥതപ്പെട്ട് ചില സന്ദർഭങ്ങളിൽ മുഖത്ത് നോക്കാൻ കഴിയാതെ നിങ്ങളുടെ തലയെ കുനിപ്പിക്കുന്നെങ്കിൽ, ചില കൂനികളെ നിവർത്തുന്ന, ചില കെട്ടുകളെ പൊട്ടിക്കുന്ന, ചില ബന്ധനങ്ങൾ അഴിക്കുന്ന, ചില നുഖങ്ങളെ ഉടക്കുന്ന, ചില വഴണ്ടതിനെ സൗഖ്യമാക്കുന്ന, ചില കൂനുകളെ, ചില മുടന്തിനെ, ചില ഉളുക്കിനെ സൗഖ്യമാക്കുന്ന, ചില മന്ദതകളെ, ചില കെട്ടുകളെ പൊട്ടിച്ച് ആത്മാവിന്റെ ബലം തന്ന് എഴുന്നേൽപ്പിക്കുന്ന യേശു ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഉളുക്കിനെ മെച്ചപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് ആലയത്തിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, അടുത്ത വാക്യം വായിച്ചേ. എവിടെ ഇരിക്കണം? തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ഇരിക്കണം. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. കർത്താവിന്റെ മക്കളെ, നീ കാരമുള്ള ഉപ്പാണെങ്കിൽ, വിളക്ക് പ്രകാശമുള്ള നീ ഒരു പ്രകാശമാണെങ്കിൽ, നീ എപ്പോഴും മലമേലിരിക്കുന്ന പട്ടണമാണ്. നീ ഒന്നുകൊണ്ടും മറഞ്ഞിരിക്കല്ല. നിന്നെ മറക്കാൻ ഒരു പാവം കാണരുത്. നിന്നെ മറക്കുന്ന പാവം കാണല്ലേ? നിന്നെ ഒതുക്കുന്ന പാവം കാണരുത്. പാവമാണ് ഈ പ്രകാശത്തെ മറക്കുന്നത്. എന്നാൽ അവയെ നീ കീഴടക്കണം. ശക്തിയെ പ്രാപിച്ച്, ശക്തിയെ പ്രാപിച്ച് നിനക്കെതിരെ വരുന്ന പാപശക്തികളെ കീഴ്പ്പെടുത്താൻ തക്കതായ ഒരു ശക്തി ക്രിസ്തുവിൽ നിന്ന് പറഞ്ഞേ. കർത്താവേ, കൃപ വേണം, കൃപ വേണം. യേശുവേ, കൃപ വേണം, കൃപ വേണം പറഞ്ഞ് ആ കൃപയെ തരാൻ, ആ ശക്തിയെ തരാൻ, ആ ആത്മാവിന്റെ ബലം തരാൻ
അതെ 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 അതെ. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. നീ മറഞ്ഞിരിക്കേണ്ട ആളല്ല, നീ ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല, നീ മറഞ്ഞ് തല താഴ്ത്തിയിരിക്കേണ്ട ആളല്ല. നീ എന്തിന് തല താഴ്ത്തി തകർന്നിരിക്കുന്നു? കർത്താവ് നിന്നെ ഇരുത്തിയിരിക്കുന്നു. എവിടെ? നിന്നെ മറക്കുന്ന ശക്തി ഏത്? അവനെ പൊളിച്ച് തീയിൽ കുടഞ്ഞുകളാ. തീ 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 തീ. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ, പുറത്തിറങ്ങുമ്പോൾ നുറക്കത്ത് നോക്കാൻ പറ്റാതെ, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ആദി നിന്നെ മൂടി, ഏതൊക്കെ വേദന നിന്നെ മൂടി, ഏതൊക്കെ നിരാശ നിന്നെ മൂടി, ഏതൊക്കെ അപകർഷത ബോധം നിന്നെ മൂടി, നിന്റെ തലയെ കമഴ്ത്തി അവൻ ശത്രു ഒതുക്കി വച്ചിരിക്കുന്നെങ്കിൽ അവനെ നോക്കി പറ, എടാ എന്റെ കർത്താവ്, ഓ സ്തോത്രം, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. പിറ്റേന്നാൾ കടൽക്കരുന്ന പുരുഷാരം, പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോട് കൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബര്യാസിൽ നിന്ന് ചെറു പടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കഫർന്നഹൂമിൽ എത്തി. കടൽക്കര അവനെ കണ്ടെത്തിയപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. യേശുവിനെ നല്ലവണ്ണം അറിയാം. അപ്പം തിന്ന് തൃപ്തി വന്നത് കൊണ്ടാണ് യേശുവിന്റെ പുറകെ പോയെന്ന് കർത്താവ് നല്ലവണ്ണം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ പിന്നെ ആ യേശുവിന്റെ പുറകെ വരുമോ? ഈ അപ്പം തന്നതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്, അല്ലായിരുന്നെങ്കിൽ വരുമായിരുന്നു ചോദിച്ചാൽ ഒറ്റ മനുഷ്യർ. ഇപ്പോൾ ഒരു വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ വന്നു, അവിടെ അന്ന് ആഹാരം ഉണ്ടായിരുന്നു. അന്ന് ആ പ്രസംഗിച്ചോ പറഞ്ഞു, ഇവിടെ അപ്പം കണ്ടതുകൊണ്ടല്ലേ വന്നേ എന്ന് പറഞ്ഞ ഒറ്റ അപ്പം കാണാത്തവരാണ്. നോക്കിയേ, യേശു പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് മുമ്പ് അപ്പം തന്നതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്. ഇതാരാ പറഞ്ഞേ? വായിച്ചേ ഒന്നുകൂടെ. നമ്മൾ വല്ലതും പറഞ്ഞ ആരെങ്കിലും വിടുവോ? അപ്പൊ ഏറിൽ നിർത്തും. പക്ഷെ യേശുവിന് ആരെയും പേടിയില്ല. അടുത്ത വരി വായിച്ചേ, ആ വരി ഒന്നുകൂടെ വായിച്ചേ. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കണം. ഇന്ന് അനേകർ ഓടുന്നുണ്ട് നിലനിൽക്കാത്തതിന് വേണ്ടിയുള്ള ഓട്ടം. മനസ്സിലാവുന്നുണ്ടോ? നിലനിൽക്കാത്തതിന് വേണ്ടി ഓട്ടം. നമുക്കറിയാം, മാർത്തയും മറിയും. യേശുപ്പച്ച പറഞ്ഞു, മാർത്തേ നീ പഴുതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആർക്കും അപകരിക്കാൻ പറ്റാത്തത്. എന്നാൽ ഇന്ന് അനേകരെ അപ്പം തിരഞ്ഞെടുക്കും, അപ്പം ഭക്ഷിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് ദഹിച്ച് പുറത്തു. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഇതിനു വേണ്ടി കർത്താവ് ഇന്നത് വേണം, കിട്ടും. അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ കളയും. പക്ഷെ സ്വർഗത്തിലെത്തി. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ, എത്ര പേർക്ക് മനസ്സിലായെന്നറിയുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഒന്നുകൂടെ മുകളിൽ, തൊട്ട് മുകളിലോട്ട്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മക്കളെ തിരിച്ചു പോകുമ്പോൾ നശിച്ചു പോകുന്ന ഒന്ന് പ്രാപിച്ചുകൊണ്ടല്ല പോകണ്ട, പിന്നെ നിത്യജീവൻ നിലനിൽക്കുന്ന, സ്വർഗത്തിൽ നിലനിൽക്കുന്ന, ഓ സ്തോത്രം, ഒരു നന്മ പ്രാപിച്ചിട്ടേ ഇവിടെ വിട്ടു പോകാവൂ. ആർക്കും അപകരിക്കാൻ പറ്റാത്ത, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത, ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത, ആർക്കും അപകരിച്ചെടുക്കാൻ പറ്റാത്ത നന്മ പ്രാപിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ. വായിച്ചേ, നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? നിലനിൽക്കുന്ന ആഹാരം. ഓ, അടുത്ത വരി. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ആര് തരും? അപ്പൊ ആര് തരും? മനുഷ്യപുത്രനാകുന്ന യേശു തരും. എത്രക്ക് വേണം? അപ്പ നിലനിൽക്കുന്ന ഒരു ആഹാരം എനിക്ക് വേണം. നിലനിൽക്കുന്ന, പാപത്തെ ജയിക്കുന്ന, ശത്രുവിനെ തകർക്കുന്ന, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഉടച്ച് ഓരോ സെക്കൻഡ് ആത്മാവിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ ഹിതമറിഞ്ഞ്, ക്രിസ്തുവിന്റെ പദ്ധതി അറിഞ്ഞ്, ക്രിസ്തുവിന്റെ താല്പര്യം അറിഞ്ഞ്, ക്രിസ്തുവിന്റെ ആലോചന അറിഞ്ഞ്, വചനത്തിൽ വെൽപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് വിശുദ്ധിയോട് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിനെ പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ വേണ്ടുന്ന അപ്പം, ആ ജീവൻ എൻ്റെ മേൽ ഇന്ന് തരണമേ എന്ന് എത്ര പേര് പറയും? കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് കുഴപ്പങ്ങളും
പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ കർത്താവേ, അപ്പം അത് നിലനിൽക്കുന്ന നന്മ തന്ന് എന്നെ ഇന്ന് അയക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ വചന ശുശ്രൂഷ കഴിയും മുമ്പ് ദൈവം നമ്മുടെ മേലെ അത് പകരുവാനിടയായിത്തീരും. അടുത്ത വാക്യം വായിച്ചേ. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്ന ഉത്തരം പറഞ്ഞു. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് പ്രാർത്ഥിച്ചും ആരാധിച്ചും നമുക്ക് എല്ലാ നന്മയും വേണം. ഇപ്പൊ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടു, എന്തോന്ന് വിവാഹപ്രായ മക്കൾക്ക് എന്ത് വേണം? വിവാഹത്തിന് വേണ്ടി രൂപ വേണം, അല്ലേ? വേണം. ഇതെല്ലാം വേണം. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, ഇതെല്ലാം തരാൻ ദൈവം കാക്കകളെ നോക്കിടുവിൻ വീതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വീതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, പനിയിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, പനിയിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവരെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ. എനിക്കായി കരുതാമെന്നുരച്ചവരെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം അങ്ങേ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം അങ്ങേ ചുമലിൽ. ഹല്ലേലൂയ. അപ്പം നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, വീട് ആവശ്യമാണ്, വസ്തുവകകൾ ആവശ്യമാണ്. പക്ഷേ ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഇത്രയും മാത്രമേ പ്രാപിച്ചിട്ടുള്ളെങ്കിൽ സഹോദരങ്ങളെ, സകല മനുഷ്യരിലും നമ്മളെപ്പോലെയുള്ള അരിഷ്ടര് വേറെ ആരും. കാരണം എന്താ? ഇതുവെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാം പ്രാർത്ഥിച്ചും കരഞ്ഞും വിളിച്ചു ഉപവസിച്ചും പ്രാപിച്ചതെല്ലാം അഴിഞ്ഞു പോകുന്നു. എന്തുണ്ട് കൊണ്ടുപോകാൻ? പ്രാർത്ഥിച്ച് പ്രാപിച്ചതും ഉപവസിച്ച് പ്രാപിച്ചതും എല്ലാം നിലനിൽക്കാത്തതിന് വേണ്ടി ഓടി. ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ 80 വർഷം വയസ്സ് വരെയും 90 വയസ്സ് വരെയും 100 വയസ്സ് വരെ ഓടും. എന്തിനു വേണ്ടി? നിലനിൽക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓടും. ആത്മാവിനെ നഷ്ടമാക്കിയാണ് ഓട്ടം. നിത്യതയിൽ ഇവിടെ കണ്ണടച്ചാൽ എവിടെ ചെല്ലുമെന്നറിയത്തില്ല. ഓടുന്നുണ്ട്, എന്തൊക്കെ കൂട്ടുന്നുമുണ്ട്. പക്ഷേ സ്വർഗത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഒന്നും ചേർത്തില്ല. എന്താകും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചിന്തിക്കാറുണ്ടോ? ഞാൻ ഇന്നലെ രാത്രി ചിന്തിച്ചു, കർത്താവ് ഇന്ന് രാത്രി കണ്ണടച്ചങ്ങ് പോയാൽ പിന്നെ മാനസാന്തരപ്പെടാന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ അടുത്ത് രക്ഷിക്കപ്പെടാന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ ഒന്ന് ആരാധിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ പറ്റുമോ? കർത്താവ് ഇനി ആരാധിച്ചോളാം എന്ന് പറഞ്ഞാൽ വിടുവോ? ഇന്നലെയും കൂടെ ഞാൻ ചിന്തിച്ചു രാത്രി. കർത്താവ് ടക്കനങ്ങ് കണ്ണടച്ചു. നാളെ ആകട്ടെ മാനസാന്തരപ്പെടാം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആൾ ടക്കനെ കണ്ണടച്ചു. എന്താകും? എവിടെ കണ്ണ് തുറക്കും? നശിച്ചു പോകുന്ന ചിലതിന് വേണ്ടിയുള്ള ദാഹം, നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ആർത്തി, മനുഷ്യന് നിലനിൽക്കുന്നതിനെ പിടിക്കാനോ നിലനിർത്താനോ അത് പ്രാപിക്കാനോ അതിനുവേണ്ടി മുന്നോട്ട് പോകാനോ, ആ നിലനിൽക്കുന്ന ഒരു നിക്ഷേപത്തിന് വേണ്ടി, ആ നിലനിൽക്കുന്നതിനെ ആർക്കും അപഹരിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം അപഹരിക്കാൻ പറ്റുന്നതാ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഞാൻ ഇന്നലെ പുന്നക്കാട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇരിക്കല്ലേ മല മറഞ്ഞിരിക്കല്ലേ, മല പാപനിമിത്തം മറയല്ലേ, മലയിൽ മറ വരരുത്. അഭിഷേകത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കണം, പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കണം, നിറഞ്ഞത് മാറ്റി വെച്ചോണ്ടിരിക്കണം, പാത്രം കുറയരുത്. ആമേൻ. എണ്ണ കുറയത്തില്ല, എണ്ണ ഒഴുക്കും തോറും ഊറിക്കൊണ്ടിരിക്കും. അഭിഷേക തൈലം ഊറിക്കൊണ്ടിരിക്കും, ആ ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കും, ആ കൃപ നിറഞ്ഞുകൊണ്ടിരിക്കും. ആ കൃപ നിറഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, ചങ്ങലകൾ അഴിയും, കോട്ടകൾ ഉടയും, ചാവാറായ ശേഷികൾ ശക്തീകരിക്കും, നദിയായി മാറും, ചലിക്കും. ഓ തീ 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 സ്വർഗീയ ശക്തി ഒഴുകട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ.
ഒഴുകട്ടെ. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. നിന്നെ മറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു പട്ടണമാക്കി ദൈവം വെച്ചിരിക്കുമ്പോൾ നിന്നെ മറച്ചിരിക്കുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ തീ ഇറങ്ങി വെട്ടി മാറ്റുന്നു. ഓഹോ, അതെ 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 അതെ. ചില മണ്ഡലങ്ങൾ നിന്നെ തലയെ താഴ്ത്തി പിടിച്ച് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിനക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല, നിനക്ക് ആത്മാർത്ഥമായി മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല, ആത്മാവിൽ നിറയാൻ കഴിയുന്നില്ല. ഓ, എന്നെ ആരെങ്കിലും അംഗീകരിക്കുമോ എന്നുള്ള ചിന്ത, എന്നുള്ള ഭയം, എന്നുള്ള ഭാരം നിന്നെ ഒതുക്കി തലയെ കമഴ്ത്തി വെച്ചിരിക്കുന്നു. എന്നിൽ യേശു പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണമേ മറയല്ലേ. ആമേൻ ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നീ മറയരുത്, നീ മറയേണ്ട ആളല്ല. നിന്നെ ഒരു കൂട്ടം പേർ കാണട്ടെ, അവരും മറയാത്ത മലമേലിരിക്കുന്ന പട്ടണമായി മാറട്ടെ. ജീസസ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഈ അപ്പം ഇന്ന് രുചി പകരുന്ന ഉപ്പാക്കി നമ്മളെ മാറ്റാൻ, നുറുക്കി തരാൻ കഴിവുള്ള കർത്താവ് ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. വെളിച്ചമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവം അപ്പത്തെ നുറുക്കി നമുക്ക് നമ്മുടെ അകം കണ്ണുകളെ തുറന്ന് പിശാച് അടച്ച മണ്ഡലങ്ങളെ പൊട്ടിച്ച് സ്തോത്രം 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 ഒരു വെളിച്ചമാക്കി നമ്മളെ പുറത്തെടുക്കാൻ കഴിവുള്ള അപ്പവുമായി രാജാവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി നിൽപ്പുണ്ട്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ലാത്ത നിലവാരത്തിലുള്ള ഒരു പട്ടണമാക്കി നമ്മളെ നിർത്തുന്ന ഒരു കർത്താവ് ഇന്നതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നുറുക്കി തരാൻ. എന്തിനു വേണ്ടി? എവിടെയാണോ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരേണ്ടത് അവിടെ മാറ്റം വരാൻ അപ്പം നുറുക്കി ഇന്ന് തന്നിട്ട് പോകും. എമ്മാവസിലേക്ക് രണ്ടുപേരും പോയപ്പോൾ അവരുടെ കണ്ണ് തുറന്ന് യേശുവിനെ കാണാൻ പറ്റത്തില്ലായിരുന്നു, കണ്ണ് നിരോധിച്ചിരുന്നു. അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരെ കണ്ണ് തുറന്നു. അവര് പറഞ്ഞു, ഇത് യേശു, ഇത് യേശു. യേശുവിനെ അവർ കണ്ടു. ജീസസ് ഇന്ന് നുറുക്കി നമുക്ക് തരാൻ. ഏതൊക്കെ ഭാഗത്ത് കണ്ണ് അടഞ്ഞും പൂനി പിടിച്ചും നിവരാൻ കഴിയാതെ മുടന്തു പിടിച്ചും ഉളുക്കി വിരിക്കുന്നു, ഇന്ന് സകലത്തെ പൊട്ടിക്കുന്ന അപ്പത്തെ നുറുക്കി നമുക്ക് തന്ന് നമ്മളെ ബലത്തോടെ, പുഷ്ടിയോടെ, ആരോഗ്യത്തോടെ, ശക്തിയോടെ, അധികാരത്തോടെ അയക്കാൻ. അടുത്ത വാക്യം വായിച്ച മത്തായി സുവിശേഷം അടുത്ത വാക്യം. വിളക്ക് കത്തിച്ച് പറയാനും കീഴല്ല തണ്ടിന്മേലത്ര വയ്ക്കുന്നു. കർത്താവ് എവിടെയൊക്കെയാ പറഞ്ഞു, മക്കളെ നീ തണ്ടിന്മേൽ ഇരിക്കേണ്ടതാണ്. പക്ഷെ ഏതോ പറ നിന്നെ ഒതുക്കിയിരിക്കുന്നു. ഇന്ന് നിന്നെ ഒതുക്കിയ പറ ഇന്ന് കത്താൻ പോകുക. നിന്നെ ഒതുക്കിയ പിശാചിട്ട പറ, അന്ധകാര ദുഷ്ട മുഖങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെ വിട്ട് നിന്നെ വിട്ട് ഉടഞ്ഞു മാറുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിന്നിലൂടെ ആ പ്രകാശം ജ്വലിക്കാതെ അകത്ത് ദൈവകൃപ ഇറങ്ങി നിൽക്കുന്നുണ്ട്, പക്ഷെ പുറം വരണ്ട് കിടക്കുന്നു. അത് പ്രകാശം പുറത്തു വരുന്നില്ല. അപ്രകാരം നിന്നെ വരട്ടി വിണ്ടു കീറി തകർത്തൊതുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, മൂടി വച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങള് സ്വർഗം ഇന്ന് പകൽക്കാലം പൊട്ടിച്ച് സ്വർഗീയ തീ, സ്വർഗീയ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ കൃപ, സ്വർഗീയ കൃപ, സ്വർഗീയ കൃപ, സ്വർഗീയ കൃപ. ആ ബലം പ്രാപിച്ചോ. നിന്നെ മൂടിയ ചില വിഷയങ്ങൾ, സ്വസ്ഥത നഷ്ടപ്പെടുത്തി, രോഗമിട്ട് മൂടിയ, ആദിയിട്ട് മൂടിയ, വ്യാധിയിട്ട് മൂടിയ, ടെൻഷനിട്ട് മൂടിയ, നിരാശ എന്ന മൂടൻ, ഇന്ന് പകൽക്കാലം ഭയം എന്ന മൂടൻ, നിന്നെ ഒതുക്കിയ ശത്രുവിന്റെ സകല മൂടലുകളെ ഇന്ന് സ്വർഗം പൊട്ടിച്ച്. ഹല്ലേലൂയ. ഓ ജീസസ്. വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിൽ വെക്കാറില്ല. എൻ്റെ അപ്പം പറയുന്നു, പറയിൻ കീഴല്ല നീ ഇരിക്കേണ്ടത്, തണ്ടിന്റെ പുറത്ത് പറ. എന്നെ പറയിൻ കീഴാക്കി ഇരുട്ടെ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിനകത്ത് ഒരു ദ്വീപിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് ദ്വീപാ? മെലിത്ത ദ്വീപ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഭരിച്ചിരുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അവിടെ കർത്താവിനെ കണ്ടുമുട്ടിയ ഏരിയ ആയിരുന്നില്ല, എല്ലാം ബർബരന്മാർ താമസിച്ച ഏരിയയാണ്. പക്ഷേ അവിടെ അഭിഷേകത്തിൽ നിറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ മറഞ്ഞ് പൗലോസ് അവിടെ കടന്നുപോയി. അയാൾ മറഞ്ഞിരുന്നു. കൂടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. ഓരോ നിമിഷം പ്രത്യക്ഷപ്പെട്ട് പറയും, പൗലോസേ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഓ അതേ എൻ്റെ ദൈവം. സ്തോത്രം. മെലിത്തയിൽ കൊണ്ടടുപ്പിച്ചു. അവിടെ ചെല്ലുമ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെലിത്തയിലെ ശക്തി കയ്യിൽ അങ്ങ് ചുറ്റി.
ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇവൻ പോയാലേ അതിന് ചുറ്റാൻ പറ്റൂ. ഇവൻ പോയാൽ ചുറ്റേണ്ടത് ചുറ്റും ചെയ്യും, വരേണ്ടത് വരേം ചെയ്യും, കത്തേണ്ടത് കത്തേ ചെയ്യും. കാരണം എന്താ? ഇവനല്ല, ഇവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇവനിൽ എൻ്റെ ദൈവത്തിന് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ആമേൻ, 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 ആമേൻ. അവനെ മൊത്തത്തിൽ മൂടാൻ അണലി ചുറ്റി, പക്ഷെ മൂടാൻ പറ്റിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആ വിളക്ക് മൂടി മറച്ച് ഒതുക്കാൻ അണലി തൂങ്ങി. പക്ഷെ എന്താ സംഭവിച്ചേ? ആ മൂടീനെ കുടഞ്ഞു. ഇന്ന് നിന്നെ ഒതുക്കി അടച്ചു വെച്ചിരിക്കുന്ന മൂടീനെ ആത്മാവിന്റെ തീക്കകത്ത് സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ നാളിലെ പ്രാർത്ഥന, ആ ദർശനങ്ങൾ, ആ വെളിപ്പാടുകൾ, ആ പ്രവചനങ്ങൾ, ആ പ്രാർത്ഥനകൾ, ആ വിശ്വാസം, ആ വിശുദ്ധ ജീവിതം, ആ ആരാധന, പറന്ന് നടന്ന അനുഭവം, പറന്ന് നടന്ന അനുഭവം, എന്തൊക്കെ വേദന ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ക്രിസ്തുവിനായി ഓടിയ അനുഭവം, അതുപോലെ നീ പുറത്തു വരുന്നു. നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളെ, അതെ 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 അതെ, നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല. ഓ ജീസസ്, ജീസസ്, ജീസസ്. പറ, നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, കാരമില്ലാതാക്കാൻ പറ്റത്തില്ല, അതെ, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, ഇരുട്ടാക്കാൻ പറ്റത്തില്ല, മറച്ചു പിടിക്കാൻ പറ്റത്തില്ല, അടച്ചു വെക്കാൻ പറ്റത്തില്ല, പറയിൻ കീഴ് ഒതുക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ, പറയിൻ കീഴ് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ, ഞാൻ പറയിൻ കീഴ് ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല. പറഞ്ഞേ, ഞാൻ പറയിൻ കീഴ് ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല. എൻ്റെ ക്രിസ്തു എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും എന്നിൽ ഞാനല്ലായക കൊണ്ടും ഇത് തണ്ടിന്മേൽ നിൽക്കേണ്ടതാണ്, തണ്ടിന്മേൽ നിൽക്കേണ്ടതാണ്. പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. എന്നെ ഒതുക്കുന്ന ഇരുട്ടുകൾ എല്ലാം ഉടയട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും തല നിവർത്തി പിടിക്കാൻ കഴിയാതെ, ആൾക്കാരോട് സംസാരിക്കാൻ കഴിയാതെ എന്തൊക്കെയോ മുഖത്തെ ശരീരത്തെ മൂടാറുണ്ട്. എന്നാൽ ഇന്ന് അതെല്ലാം പൊളിയണം, പൊട്ടിത്തകരണം, അതെല്ലാം ചാരമാക്കണം. എൻ്റെ അപ്പൻ്റെ പൈതലിനോട് കർത്താവ് പറഞ്ഞ, മക്കളെ, നീ പറയും കീഴിലല്ല ഇരിക്കണം, തണ്ടിന്മേൽ തന്നെ ഇരിക്കണം. നീ ഇരിക്കേണ്ടത് അവിടെ തന്നെയാ. നീ മറഞ്ഞിരിക്കണ്ട, കാണത്തക്ക രീതിയിൽ തന്നെ നീ ഇരിക്കണം. ഹല്ലേലൂയ. അർത്ഥം, നമ്മളെ അല്ല അവിടെ കാണുന്നത്, യേശുവിനെ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാം പ്രശംസയ്ക്ക് യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ പുതുവഴി ഒരുക്കി കരുതുന്നവൻ, ദുഃഖത്തിൻ്റെ വീഴാത്തവൻ, വീഴാതെ എന്നെന്നും കാക്കുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കു തുല്യനായാരുമില്ല, അങ്ങല്ലാതെ ദൈവമില്ല. അങ്ങയെ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവം.
കർത്താവ് മക്കളെ, നീ ഞാൻ കാരമില്ലാത്ത ഉപ്പാക്കി മാറ്റിയതല്ല, കാരമുള്ള ഉപ്പാക്കി നിന്നെ ആക്കി. ഞാൻ നിന്നെ തണ്ടിന്മേൽ വെച്ചു കേട്ടോ. ഞാൻ നിന്നെ പുറത്തെല്ലാവർക്കും കാണത്തക്കവണ്ണം നിന്നെ പറയും കീഴല്ല, നിന്നെ പ്രകാശം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ വെച്ചു. മറഞ്ഞിരിക്കാൻ പാടില്ലാത്ത ഒരു മലമേലിരിക്കുന്ന പട്ടണമാക്കി ഞാൻ നിന്നെ വെച്ചു. പക്ഷെ നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം കുടയാമെങ്കിൽ, ആരോടൊക്കെ വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളുണ്ട്, അവ ഇന്ന് കുടയാമെങ്കിൽ നീ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കഴിഞ്ഞ നാളുകൾ ആദ്യ സ്നേഹത്തിൽ എങ്ങനെയെല്ലാം ആയിരുന്നുവോ അതുപോലെ ഒരു ദൈവ സാന്നിധ്യത്തിൽ നീ മടങ്ങിപ്പോകാൻ പോകുന്നു എന്ന്. ഓ ജീസസ്, യേശു നമ്മുടെ നടുവിൽ, യേശു നമ്മുടെ നടുവിൽ, യേശു നമ്മുടെ നടുവിൽ. ചില കെട്ടുകൾ പൊട്ടിക്കുന്നുണ്ട്, ചില ദണ്ഡനങ്ങൾ അടിക്കുന്നുണ്ട്, ചില നുഖങ്ങളെ ഒടിക്കുന്നുണ്ട്, ചില ശത്രുവിന്റെ പോരാട്ടങ്ങളെ കർത്താവ് അഴിച്ചു മാറുന്നുണ്ട്. ചില മക്കളെ പരിപൂർണമായി യേശു ക്രിസ്തു വിടുവിക്കുന്നുണ്ട്. 2000 വർഷം മുമ്പ് ആലയത്തിനകത്ത് വന്ന് ചില കൂനുകളെ നിവർത്തിയ, ചില മുടുന്നുകളെ നിവർത്തിയ, ചില സൗഖ്യമാക്കിയ യേശു ക്രിസ്തു ഇന്ന് ഈ സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വ്യത്യസ്തമായ വിഷയത്തോടിരിക്കുന്ന പൈതലെ, നിന്റെ മറ നീക്കി പുറത്തെടുക്കുന്ന പകലത്രേ ഇന്നത്തെ പകൽ. ഏതൊക്കെ ഭാഗത്ത് നിന്നെ ശത്രു മറ ചോദിക്കുമെങ്കിൽ ആ മറയെ പൊളിച്ച് മാറ്റി നിന്നെ പുറത്ത് ആത്മാവിന്റെ ബലത്തോടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർത്താവ് പറയുന്നു, വായിച്ചേർത്ത വലിയ വാക്യം കൂടെ. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇന്ന് പ്രകാശിക്കാൻ പറ്റാതിരിക്കുന്നെങ്കിൽ, ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഈ അപ്പം ഭക്ഷിച്ചിട്ടേ പോകാവൂ. പ്രകാശിപ്പിക്കുന്ന അപ്പം, ശക്തി തരുന്ന അപ്പം, ബലം തരുന്ന അപ്പം, പാപത്തെ ജയിപ്പിക്കുന്ന അപ്പം, ലോക ജഡ ചിന്തകളെ ഉടച്ച് ആത്മാവിന്റെ ബലത്തോടെ പുറത്ത് നടക്കുവാൻ ശക്തി തരുന്ന അപ്പം, തലയെ നിവർത്തി പിടിക്കാൻ ബലം തരുന്ന അപ്പം, കാരമുള്ള ഉപ്പാക്കി മാറ്റാൻ കൃപ തരുന്ന അപ്പവും ഭക്ഷിച്ചിട്ട് ഇന്ന് ഈ ആലയം വിട്ട് പോകാവൂ സ്നേഹിതരെ. ഹല്ലേലൂയ. കർത്താവോട് മക്കളെ, നിന്നെ കാരമുള്ള ഉപ്പാക്കി ഞാൻ മാറ്റിയിരിക്കുക. നിന്നെ മലമേലിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ ഞാൻ നിന്നെ തണ്ടി മേലിച്ച് വിളക്കാക്കി മാറ്റിയിരിക്കുക. നിന്നെ ആര് ഒതുക്കി? നിന്നെ ആര് ഒതുക്കി? നിന്നെ ആരാ ഒതുക്കിയേ? നീ എവിടാ ഒതുങ്ങിയേ? നീ എങ്ങനെയാ നിന്നെ ഒതുക്കിയേ? സ്തോത്രം, ഹല്ലേലൂയ. ചിലരെ ഒതുക്കിയില്ലേ? എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 28 വായിച്ചേ, 1 മുതൽ വാക്യങ്ങൾ വായിച്ചേ. അങ്ങോട്ട് പോയിട്ട് യോഹന്നാനിൽ പോകണം, വായിച്ചേ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീകൂട്ടി ഞങ്ങളൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ചൂട് നിമിത്തം ചിലതൊക്കെ പുറത്തു വരും. നീ തീ പ്രാപിച്ച ചൂട് നിമിത്തം നിന്നെ ഒതുക്കി കളന്ന് വാദിച്ച് ആമേൻ പൊത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ശക്തികൾ അത് വെളിപ്പെട്ട് വെളിയിൽ വരും. ഇന്ന് ഇതിനകത്ത് ആലയത്തിനകത്ത് ഒരു തീ കത്തുന്നുണ്ട്. ശത്രുവിന്റെ മണ്ഡലങ്ങളെ, ഏത് ഒളിച്ചിരിക്കുന്ന പിശാചിന്റെ പോരുകളെ പുറത്തെടുത്ത് തീയിൽ കുടഞ്ഞു കളയുവാൻ, തക്കതായ ഒരു ശക്തിയെ പകരുവാൻ രാജാവ് ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ആ ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക, ആ കൃപ പ്രാപിക്കുക. ഹല്ലേലൂയ. ചിലർ തീയുള്ളവർ വന്നിരുന്നാലേ അകത്തിരിക്കുന്ന അണലിയെല്ലാം പുറത്ത് ചാടും. അവനിരിക്കാൻ പറ്റത്തില്ല. ചില അണലികൾ ഒതുങ്ങിയിരിക്കും. പക്ഷേ തീയുള്ളവർ വന്നാൽ അണലി അവിടെ ഇരിക്കത്തില്ല. തീയുള്ളവർ വന്നാൽ അണലി ചൂട് തട്ടി വെളിയിൽ ചാടും. നിങ്ങളത് ചിന്തിച്ചു വയ്ക്കേ. ഗദരദേശത്ത് യേശു കാൽ ചവിട്ടിയപ്പോൾ 6000 ഭൂതമുള്ളവൻ ഇറങ്ങി ഓടിയെന്നല്ല, പിന്നെ അപ്പൻ്റെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ. എന്തുകൊണ്ടാ? യേശു ആരാ? ഇനി കേട്ടോ, ഈ അണലി തിരിഞ്ഞോടേണ്ട അണലി ഇവൻ്റെ കയ്യിൽ, തീയുള്ളവൻ്റെ കയ്യിൽ ചുറ്റാൻ കാരണം എന്താ? ഇവനിൽ കണ്ടത് യേശുവിനെയാണ്. നിങ്ങൾക്ക് വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഇവനെ കൊത്താത്ത കാര്യം എന്താ?
ഇവനിൽ കണ്ടത് യേശുവിനെ. ഇവൻ കുടഞ്ഞപ്പോൾ തിരിച്ച് കൊത്തി പോകത്തെന്താ? ഇയാൾക്കൊന്നും സംഭവിക്കാൻ പറ്റാത്തതാ. ഈ പാമ്പ് ആ ദേശത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തിയായിരുന്നു. ഈ ശക്തികൾക്ക് തിരിച്ചറിയാം ഈ വന്ന് നിൽക്കുന്നവനിലിരിക്കുന്ന ക്രിസ്തു ആര്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗദര ദേശത്തിറങ്ങിയപ്പോൾ യേശു വന്ന് 6000 ഭൂതങ്ങൾക്ക് തിരിച്ചറിയാം. മെലീത്ത ദ്വീപിലിറങ്ങിയപ്പോൾ അപ്പോസ്തലന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഈ മനുഷ്യനല്ലെന്നും അന്നത്തെ ശൗലല്ലെന്നും ഈ മനുഷ്യന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണെന്നും ഈ ദൈവത്തിന്റെ മുമ്പിൽ ഈ അന്ധകാര ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞാണ് കയ്യിൽ ചുറ്റിയത്. അവൻ അറിയാം എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. പിശാചിനറിയാം എനിക്ക് ഒളിച്ചിരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് പിശാചിനറിയാം. അവൻ വെളിപ്പെട്ട് വന്നു, ചുറ്റി, അവൻ കാത്തി എരിഞ്ഞ് ചാരം ആയി. ഇന്ന് തീ കത്തുമ്പോൾ നിന്റെ ഭവന തലങ്ങൾക്കകത്ത് ഒതുക്കി വച്ചിരിക്കുന്ന ചില ശക്തികൾ പുറത്തിറങ്ങി ആത്മാവിന്റെ തീക്കകത്ത് കത്തി എരിഞ്ഞ്. അതെ അതെ അതെ, ദൈവശക്തി, ദൈവകൃപ, 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 ആത്മാവിന്റെ കൃപ, ആത്മാവിന്റെ കൃപ. സ്തോത്രം. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. മദ്യപാനത്തിന്റെ ശക്തികൾ, ആമേൻ, സ്തോത്രം. പാപത്തിന്റെ ശക്തികൾ, ലോകമോഹത്തിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ തകർത്തുകൊണ്ടിരിക്കുകയാണോ? എത്ര പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഇതിനൊരു മാറ്റം ഞാൻ കാണുന്നില്ലല്ലോ എന്ന് കരയുന്ന പൈതലെ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയും, മക്കളെ, കെട്ടുകളെ പൊട്ടിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. നീ ഇന്ന് തീ പ്രാപിച്ചിട്ടേ പോകാവൂ. ഓ, നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ്, ഞാൻ എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഇതിനൊരു മോചനം കിട്ടുകയില്ലയോ? എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ ദൈവഭാഗത്ത്, വർഷങ്ങൾ കൊണ്ട് ദൈവമേ ഈ ഒരു കാര്യം അപേക്ഷിക്കുന്നു, ഇതിനൊരു മാറ്റമില്ല എന്ന് ചോദിക്കുമ്പോൾ സ്വർഗം പറയുന്നു, തീക്കകത്ത് അണലിരിക്കത്തില്ല. ചൂട് തട്ടിയാൽ കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെയാണല്ലോ അപ്പാ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ എവിടെ കൊണ്ടുപോകും? പകൽ എനിക്ക് സ്വസ്ഥതയില്ല, രാത്രി എനിക്ക് സ്വസ്ഥതയില്ല, ജീവിതത്തിനകത്ത് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ദൈവമേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ നിന്റെ കുടുംബത്തിലെ മക്കളെ ഓർത്ത് കരയുമ്പോൾ, പുലമ്പുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പറയുന്നു, ചൂട് തട്ടിയാൽ ചിലത് പുറത്ത് വരും. ചൂട് തട്ടിയാൽ, അമ്മേ, സ്തോത്രം, ചൂട് തട്ടട്ടെ. നിന്നെ ഒതുക്കുന്ന ചില ശക്തികൾ, ഒളിച്ചിരിക്കുന്ന ശക്തികളെല്ലാം പുറത്തു വന്ന് തകരണമെങ്കിൽ ചൂട് തട്ടണം. നീ ഇന്നൊരു തീ ആയിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച അപ്പോസ്തലപ്രവൃത്തി അടുത്ത വാക്യം. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. തീയിൽ എന്ത് ചെയ്തു? ഇന്ന് ഇതിനകത്ത് ചില മക്കൾ കുടഞ്ഞിട്ടേ പോകും. ഇന്നിവിടെ ഇരിക്കുന്ന ചില മക്കള് കഴിഞ്ഞ നാളുകൾ മൂടിയതിനെ കുടഞ്ഞിട്ടേ പോകും, മറച്ചതിനെ കുടഞ്ഞിട്ടേ പോകും, ഒതുക്കിയതിനെ കുടഞ്ഞിട്ടേ പോകും, പറയിൻ കീഴിലാക്കിയതിനെ കുടഞ്ഞിട്ടേ പോകും. ഏതൊക്കെ മണ്ഡലത്തിനകത്ത് ഒതുക്കി വച്ചതിനെ ഇന്ന് പകൽക്കാലം സ്വർഗീയ മഞ്ഞ പ്രാപിച്ച് കുടഞ്ഞ് കളയേണ്ടവണ്ണം കുടഞ്ഞ് കളഞ്ഞിട്ട് ഇന്ന് ആരാധന വിട്ട് മടങ്ങി പോകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒന്നിനെ കുറിച്ചും പതറല്ലേ. ഈ യേശു നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവ ശക്തിയോടെ നമ്മൾ പുറത്തെടുക്കാൻ മതിയായവനാണ്. ഈ മെലിത്ത ദ്വീപിലുള്ള ഈ അണലിയെ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മെലിത്ത ദ്വീപ് ക്രിസ്തുവിനെ ആരാധിക്കുന്ന വലിയൊരു സ്ഥലമായി മാറി. അവിടെയുള്ള ജനങ്ങളെല്ലാം ആരെ കണ്ടുമുട്ടി? ഈ പാമ്പിനെ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദേശം വെളിച്ചം കണ്ടു. ആ ദേശം ദൈവമക്കളെ കൊണ്ട് നിറഞ്ഞു. അന്ന് വരെ യേശുവിനെ കണ്ടുമുട്ടാത്ത ആ ദേശം നോക്കിയേ, കപ്പൽ ഛേദം വന്ന് അവിടെ കൊണ്ടുപോയ ദൈവം കണ്ടോ? ആ ദേശത്തിന് വലിയ വെളിച്ചം വന്നു. അവിടുത്തെ അന്ധകാര മണ്ഡലം കത്തി. ആ ജനം കൂട്ടത്തോടെ യേശുവിനെ കണ്ടുമുട്ടി. യേശു മാത്രം കർത്താവെന്ന് പറയാൻ തുടങ്ങി. വലിയൊരു ദൈവപ്രവൃത്തിയുള്ള പട്ടണമായ ദേശമായി ആ മെലിത്ത മാറി. ഹല്ലേലൂയ. കാരണം എന്താ? അവിടെയുള്ള ശക്തി പോയി.
ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ ഒതുക്കുന്ന ചില ശക്തികൾ ഇന്ന് നിന്നെ വിട്ട് വഴി മാറി അത് തീക്കകത്ത് കുടഞ്ഞിട്ട് പോകാൻ പോകുകയാ. കാരണം ഒരു അപ്പം നുറുക്കി തരുന്ന കർത്താവ് ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായത്തിനകത്ത് എൻ്റെ അപ്പൻ അപ്പം എടുത്തു നുറുക്കി അവരെ ഇരുത്താൻ പറഞ്ഞു, ഇരുത്തി എൻ്റെ ദൈവം കൊടുത്തു കഴിഞ്ഞ് അവർ ഭക്ഷിച്ചു തൃപ്തരായി. ഇന്ന് ഇതിനകത്ത് ഏതെല്ലാം വിഷയത്തിനകത്ത് തൃപ്തിക്ക് വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദാഹിക്കുന്ന പൈതലെ, ഏതൊക്കെ മണ്ഡലത്തിനകത്താണോ നീ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത്, സകല വ്യക്തികളുടെ ഹൃദയങ്ങളെ ആഴമറിയുന്ന ദൈവം അവരവർക്ക് വേണ്ടുന്ന മന്ന ഇന്ന് തന്ന് അവരവരെ തൃപ്തിയോടെ പോഷിപ്പിച്ചയക്കുന്ന ദൈവം. വീണ്ടും യോഹന്നാൻ സുവിശേഷം അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം. അവർ തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ഒന്നും നഷ്ടപ്പെടുത്തിട്ട് ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു. 12 കുട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യം എന്ന് പറഞ്ഞു. അടയാളം കണ്ടിട്ടാണ് പറഞ്ഞത്. അത് അപ്പത്തിന്റെ അടയാളം കണ്ടിട്ടാണ് പറഞ്ഞത്. അടുത്ത വരി. അവൻ വന്നു തന്നെ പിടിച്ചു രാജാവാക്കുവാൻ ഭാവിക്കുന്നു. നോക്കിയേ, യേശുപ്പറ്റി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇനി യേശുവിനെ എന്താക്കാം, രാജാവാക്കാം, നേതാവാക്കാം. നല്ല കഴിവുണ്ട്. നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ കഴിവ് കണ്ടാണ് കഴിവ് കണ്ട് ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഇശായിയുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു അഭിഷേകം ചെയ്യാൻ. ദാവീദായിരുന്നു. ശമൂവേലിനെ അറിയത്തില്ല. അവിടെ ചെന്നു പൊക്കവും ആരോഗ്യവും ബലമൊക്കെ നോക്കിയപ്പോൾ പലരെയും അഭിഷേകം ചെയ്യാൻ തോന്നി. പക്ഷെ ഹൃദയം അറിഞ്ഞ ദൈവം പറഞ്ഞു, ഇവന്മാരെ ഒറ്റ എണ്ണത്തിന് ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. കണ്ടോ, മനുഷ്യൻ പുറം നോക്കും, ദൈവം ആഹം നോക്കും. മനുഷ്യൻ ആ അറിവുണ്ടോ, പഠിപ്പുണ്ടോ, ആ കാര്യം കൈകാര്യം ചെയ്യാനുള്ള പ്രാഗൽഭ്യമുണ്ടോ നോക്കും. ദൈവം നോക്കും ഭോഷനെ പോലെ നിൽക്കാൻ ഒരുക്കമുണ്ടോ നോക്കും. ലജ്ജയില്ലാതെ നിൽക്കാൻ ഒരുക്കമുണ്ടോ ദൈവം നോക്കും. നാണക്കേടില്ലാതെ വിളിച്ചു പറയാൻ ഒരുക്കമുണ്ടോ നോക്കും. അവരുടെ വായിൽ തീയിട്ട് കൊടുക്കും. അവരുടെ വായിൽ വചനത്തിൻ്റെ നുറുക്കുകളെ വെച്ചു കൊടുക്കും. അവൻ്റെ വായിൽ വചനത്തെ വെച്ചു കൊടുക്കും. അവരോട് പറയും ഭക്ഷിക്ക. പ്രവചന ശബ്ദം അവരുടെ വായിൽ കൊടുക്കും. അവരോട് പറയും ഭക്ഷിക്ക, അത് വയറ്റിൽ കയ്ക്കും, നീ തുപ്പാൻ തുടങ്ങും. ഞാൻ പറയുന്നതിനോട് പറയുക, പ്രവചിക്കേണ്ടത് പ്രവചിക്കുക, ഇടിക്കേണ്ടതിന് ഇടിക്കുക, പൊളിക്കേണ്ടത് പൊളിക്കുക. കർത്താവ് ചിലർക്ക് കൊടുക്കും ആലോചന. ഇതിനകത്തിരിക്കുന്ന പൈതലെ, എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. എൻ്റെ ദൈവം പുറം മാത്രമല്ല നോക്കുന്ന, ആകം നോക്കുന്ന ദൈവം അത്രേ. മനുഷ്യൻ പുറം നോക്കുമ്പോൾ ദൈവം ആകം നോക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ പുറം നോക്കി പലതും കൊടുക്കൂലേ, പലതും ഏൽപ്പിക്കും. പക്ഷെ എൻ്റെ ദൈവം അങ്ങനല്ല, ആകം നോക്കും. ആകം നോക്കും, പുറമല്ല നോക്കുന്നത്, ആകം നോക്കും. വായിച്ച വാക്യം. അവർ വന്ന് തന്നെ പിടിച്ചു രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ചു മലയിലേക്ക് വാങ്ങിപ്പോയി. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, എടാ നിന്നെ എന്നെ രാജാവാക്കും മുമ്പേ ഞാൻ രാജാവാ. അമ്മേ, രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. ഈ ജനം രാജാവാക്കാൻ ഭാവിക്കുമ്പോൾ രാജാതിരാജാവെന്ന് യേശു ചിന്തിക്കുകയാണ്. എടാ, ലോകം ഉണ്ടാകും മുമ്പേ ഞാൻ രാജാവാണ്. ഇനി ഒരു ദിവസം രാജാതിരാജാവായി ഞാൻ കടന്നു വരും. 1000 ആണ്ട് രാജാവായി ഭരിക്കാൻ കടന്നു വരും. പക്ഷെ ഇവർക്കതൊന്നും കാണാൻ പറ്റിയില്ല. നീ എന്നെ രാജാവാക്കണ്ടടാ, ഞാൻ രാജാവ് തന്നെയാണ്. 4 ആള് രാജാവാക്കിയതല്ലേ യേശുവിനെ, രാജാക്കന്മാരുടെ രാജാവ്, രാജാതിരാജാവ്. നമ്മുടെ കർത്താവ് 4-5 ആൾക്കാർ ചേർന്ന് ഇവനെ നമുക്ക് രാജാവായി അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞ അഭിഷേകം ചെയ്താണോ? അല്ല, രാജാവായി ജനിച്ചവൻ. ജീസസ്, ദൈവത്തിന് സ്തോത്രം. രാജാതിരാജാവായി ജനിച്ചവൻ, ജീവിച്ചവൻ, മരിച്ചവൻ, ഉയർത്തവൻ, ഇനി രാജാവായി വരുന്നവൻ. പക്ഷെ ഇവരെ കർത്താവായ യേശുവിനെ ഇവർക്ക് വെളിപ്പെട്ടില്ല. ഇവർ രാജാവാക്കാൻ ഭാവിച്ചു.
ഈ കർത്താവ് എന്ത് ചെയ്തു? പതുക്കെ അവിടെ മാറിപ്പോയി. അടുത്ത വരി വായിച്ചേ. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി അടുത്ത വരി. പടകു കയറി കടൽക്കരെ കവർന്നഭൂമിയിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷം യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. അടുത്ത വരി. കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. യേശുവിന് ഇവിടെ കൂടെ പോകാനും പറ്റും. യേശു മുറിക്കകത്തിരിക്കുമ്പോൾ വാതിലൊന്നും തുറക്കാതെ അകത്തിറങ്ങാനും. അതാണ് ദൈവം. ദൈവത്തിന് മനുഷ്യനായിട്ട് ഇറങ്ങാനും പറ്റും, ശരീരമില്ലാതെ ഇറങ്ങാനും പറ്റും. ഇങ്ങനെ അതാണ് ദൈവം. എങ്ങനെ വേണം ഇറങ്ങാൻ പറ്റുന്നത്, എന്ത് ചെയ്യാൻ പറ്റുന്ന ആളാണ് ആര്? അങ്ങനെ ഒരാളേ ഉള്ളൂ. അതാണ് നമ്മൾ ആരാധിക്കുന്ന യേശു. അങ്ങനെ ഒരാളേ ഉള്ളൂ. മുറിക്കകത്ത് വാതിൽ അടച്ചിരിക്കുമ്പോഴും ശരീരമില്ലാതെ അല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറങ്ങിയ ഒരാളേ ഉള്ളൂ. എന്നിട്ട് കൈ നീട്ടി കൊടുത്ത് കാണുവിൻ എന്ന് പറഞ്ഞത് ഒരാളെ ഉള്ളതാരാ? തൊട്ടുമൊക്കെ പറഞ്ഞത് ഒരാളെ ഉള്ളാരാ? യേശു മാത്രം. ഏത് സാഹചര്യത്തിൽ ഒരുപോലെ ഇറങ്ങാൻ കഴിയുള്ള ആരേ ഉള്ളൂ? യേശു. പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. അങ്ങനെ ഒരാളെ ഉള്ളതാരാ? നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, ആ യേശു ക്രിസ്തു പറയുകയാണ്, വായിച്ചേ. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്തെത്തിപ്പോയി. അടുത്ത് പിറ്റന്നാൾ കടൽക്കരയൊന്നും എന്റെ യേശുവിന് വിഷയമല്ല. തിരമാലേ, നീ എൻ്റെ യേശുവിന് വിഷയമല്ല. കടലേ, നീ എൻ്റെ യേശുവിന് വിഷയമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് പറയുമ്പോൾ വചനമാണ് പറയുന്നത്, പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ആഴമുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന തിരമാലകളെ എൻ്റെ യേശുവിന് വിഷയമല്ല. പക്ഷെ കടലിൽ കൂടെ നടന്നുപോയ പത്രോസിന് വിഷയമായിരുന്നു അല്ലേ താന്നു പോയപ്പോൾ? പക്ഷെ യേശുവിന് അതൊരു വിഷയമേ. പത്രോസിന് വിഷയമായിരുന്നു, പക്ഷെ യേശുവിനത്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന അനേകർക്ക് അനേക വിഷയങ്ങളോടെ ഇരിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾക്കതൊരു വിഷയമാണ്, യേശുവിനൊരു വിഷയമേ അല്ല. യേശുവിനൊരു വിഷയമല്ല. അതിന് ഇന്ന് കർത്താവ് കൈകാര്യം ചെയ്യാൻ പോകുകയാ. ദൈവത്തിന് സ്വത്രം. ദൈവത്തിന് കൊടുത്താൽ അതിന് കർത്താവ് കൈകാര്യം ചെയ്യും. ആമേൻ. അടുത്ത വരി വായിച്ചേ. പിറ്റന്നാൾ കടൽക്കരയിൽ നിന്ന പുരുഷാരം. ജനത്തിന് ഭയങ്കര വിഷയമാണ് ഈ വെള്ളത്തിൽ കൂടെ നടക്കാനും ഇങ്ങനെയൊക്കെ പറന്നു വരുമ്പോലൊക്കെ വരാനും. യേശുവും പറന്നു വരുമ്പോലൊക്കെ വന്നു. എങ്ങനെ വന്നു? ഇതങ്ങ് തകർന്നു പോകും. നമ്മളൊരു ബാങ്കിൽ ലോൺ എടുത്താൽ നമ്മൾ കഷ്ടപ്പെട്ട വസ്തു ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അവർ കൊണ്ടുപോകും. ഇതെല്ലാം ഇവിടെ നിന്ന് പോകും. ഇവിടെ നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. പക്ഷെ ഇവിടെ കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോൾ അവിടത്തേക്ക് വല്ലതും ഉണ്ടോ? എന്ത് ചെയ്യും? നമുക്കാക്കും പേടിയില്ലാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തുകൊണ്ട് ഭയം തോന്നുന്നില്ല എന്നറിഞ്ഞൂടാ. ഭയപ്പെട്ട് ഉറങ്ങാതെ സ്വസ്ഥത കെടുത്താനല്ല ഞാൻ പറയുന്നത്, പേടിച്ച് വീടുകളിൽ പോകാനുമല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ഈ ചിന്ത വേണം. ഇങ്ങനെ വരുന്നത് തിരിച്ച് വന്നില്ലെങ്കിൽ എന്തോന്നാവും? ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയേ, ഇങ്ങനെ എടുത്തു, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് തിരിച്ച് കയറിയില്ലെങ്കിൽ ബോഡിയാണ്. എന്തോന്നാകും? നാളെ പള്ളി പോകാം, മനസ്സാന്തരപ്പെടാം, സ്നാനപ്പെടാം, അഭിഷേകം പ്രാപിക്കാം എന്നൊക്കെ ചിന്തിച്ചിരുന്നതാ. ഈ ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ഉറപ്പാക്കിയിട്ട് മുന്നോട്ട് പോകാം. ആ ഒരു ഉറപ്പ് എനിക്ക് വേണം. എന്തോന്ന്? എൻ്റെ പേരവിടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. എനിക്ക് വാക്ക് തന്ന എൻ്റെ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറപ്പ്. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അന്ത്യം വരെ നടത്താൻ മതിയായവനാണെന്ന് മാത്രമല്ല, ഇവിടുത്തെ ശേഷം എനിക്ക് അവിടെ ഒരു ഉറപ്പായിട്ട് എനിക്ക് കയറി ചെല്ലാം എന്നുള്ള ഒരു ഉറപ്പ് കൂടെ കർത്താവിൽ നിന്ന് പ്രാപിച്ചോളണം. വചനത്തിലൂടെ നമ്മൾ പ്രാപിച്ചോളണം. കണ്ണടച്ച ശേഷം അവിടെ ചെന്നിട്ട് കർത്താവ് ഒരിക്കലൂടെ വിട്, ഞാൻ ഇവിടത്തേക്ക് വേണ്ടി പ്രാപിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. ഞാൻ കഴിഞ്ഞ ദിവസം, ശകല സമയമുള്ളൂ, കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേൾക്കാനിടയായിത്തീർന്നു. സാക്ഷ്യത്തിൽ ആ പാസ്റ്റർ പറഞ്ഞത് കുറേ ആൾക്കാരുടെ സാക്ഷ്യം. അവരുടെ ചിലരൊക്കെ മരിച്ചു പോയപ്പോൾ തിരിച്ചു വന്ന ബോഡിയിൽ വന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞ വരി, വെപ്രാളപ്പെട്ട വെപ്രാളങ്ങൾ പുള്ളി പറയാനിടയായിത്തീർന്നു. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു. ഒന്നും കേൾക്കാനിരിക്കുന്ന ആളല്ല, പക്ഷേ ഇത് കേൾക്കണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ കേട്ടു.
കേട്ടപ്പോൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഈ ശരീരത്തിൽ നിന്ന് ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർ തൊട്ടപ്പുറത്ത് ആ ബോഡിയുടെ അടുത്ത് നിൽക്കുമെന്നാണ് കേട്ടെ. അതിനുശേഷം തൻ്റെ ബോഡിയെ താൻ നോക്കുന്നു. പിന്നെ ഒരു ചൂടുള്ള കരം വരുന്നു, വലിച്ചു കൊണ്ട് പോകുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ 2 വാതിൽ കാണുന്നു. അതിൽ വാതിൽ തൊട്ട് മുമ്പ് വലിയൊരു ബോർഡിൽ ഈ ആൾ ചെയ്ത സകലമാന പാപിയാണെങ്കിൽ ആ പാപം എഴുതി വച്ചിരിക്കുന്നു. ഇത് കണ്ട ഉടനെ ഒരാൾ വലിച്ച് നരകത്തിലേക്ക് തള്ളുന്നു, പാതാളത്തിലേക്ക് തള്ളുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി, ഒരു നിരീശ്വരവാദിയായ ഡോക്ടർ, ഞാൻ അത് കേട്ടു, ഞാൻ എവിടെ കൂടി പറഞ്ഞു ഇത്. നിരീശ്വരവാദിയായ ഡോക്ടർ, നിരീശ്വരവാദി, ദൈവത്തെ വിളിക്കാൻ പോലും അയാൾ സമ്മതിക്കത്തില്ല. ഹോസ്പിറ്റലിൽ മറ്റുള്ള നേഴ്സുമാരെയോ ഡോക്ടർമാരെയോ ദൈവത്തെ വിളിക്കാൻ സമ്മതിക്കത്തില്ല. ദൈവമേ എന്ന് പറഞ്ഞാൽ ഏത് ദൈവം എന്ന് ചോദിക്കും. ഈ മനുഷ്യനെ, ഒരു രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരുന്ന അയാൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഈ രോഗി മരിച്ചു. ഈ രോഗി മരിക്കുമ്പോൾ ഈ രോഗിയുടെ ആത്മാവ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. കുറേ മണിക്കൂറുകൾ, കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ രോഗിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ജീവൻ തിരികെ വന്ന് ഈ നിരീശ്വരവാദി ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ് മരിച്ചു മാറ്റിയിട്ട ബോഡിയാണ്. വന്നു, ആ ബോഡിയിലേക്ക് വന്നപ്പോൾ ഈ ബോഡി ചാടി എഴുന്നേറ്റ് അലറിക്കരയുകയാണ്, സാർ എന്നെ അവിടെ വിടരുത്. ഈ മനുഷ്യൻ നിരീശ്വരവാദിയാ, ദൈവത്തിൽ വിശ്വാസമുള്ള ആളല്ല, സ്വർഗത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, നരകത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, ഇതൊന്നും അംഗീകരിക്കുന്ന ആളല്ല ഈ നിരീശ്വരവാദി. ഈ മനുഷ്യൻ ഇതിനകത്ത് കിടന്ന് അലറുകയാണ്, എന്നെ അവിടെ വിടരുത്, അയ്യോ എന്നെ അവിടെ വിടരുത്, അയ്യോ എങ്ങനെയാ ഞാൻ രക്ഷപ്പെട്ടു അവിടെ, അയ്യോ എങ്ങനെയാ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അയ്യോ എന്നെ ഇനി അവിടെ വിടരുതേ, എനിക്ക് പറ്റത്തില്ല, അവിടെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അലറി വിളിക്കുന്ന കേട്ട് ഈ മനുഷ്യൻ കുറേ നേരം ഈ ശബ്ദം കേട്ടപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു. ഇയാൾക്ക് ഇത് കള്ളത്തനല്ല എന്ന് മനസ്സിലായി. കാരണം ഇവരുടെ മുഖവും ഇവരുടെ ശരീരം വേർത്തൊഴുകുന്നതും ഇവരുടെ ഭാവങ്ങളും കണ്ടപ്പോൾ ഈ നിരീശ്വരവാദിയായ ഡോക്ടറിന് മനസ്സിലായി ഇത് കള്ളമല്ല എന്ന് മനസ്സിലായി. അയാൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, എന്നെ ഒരു ചൂടുള്ള കൈ വന്ന് എന്നെ വലിച്ചുകൊണ്ട് പോയി. ഞാൻ ചെന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, അതിൽ ഞാൻ ചെയ്ത പാപമായിരുന്നു. എന്നെ ഒരു ഭയങ്കര ഇരുട്ടിൻ്റെ ഒരു തീക്കകത്തേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. എന്നെ അവിടെ നിന്ന് ആരോ ഞാനൊരു ശബ്ദം കേട്ടു, ഇതാ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വിടുന്നൊരു ശബ്ദം കേട്ടു. അങ്ങനെ ആ ശബ്ദം കേട്ട് എന്നെ തിരിച്ചിങ്ങ് വിട്ടതാണ്. ഇത് കേട്ടപ്പോൾ ഡോക്ടർ അലറി തകർന്നു പോയി. വീണ്ടും ഈ നേഴ്സുമാരോട് വന്ന് ഈ ഡോക്ടർ പറഞ്ഞു, നിരീശ്വരവാദി, ഇതൊക്കെയാണ് സംഭവിച്ചത്, ബാക്കി കൂടി ഞാൻ എല്ലാം പറഞ്ഞില്ല, ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു, ഡോക്ടറിന് ഇത് ആദ്യമായിരിക്കാം, ഞങ്ങളെപ്പോലുള്ള നേഴ്സുമാർക്ക് ഇത് പല തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പലരുടെ അനുഭവങ്ങളും കേട്ടിട്ടുണ്ട്. മറ്റു ഡോക്ടേഴ്സും പറഞ്ഞു, സാറിന് ഇത് ആദ്യത്തെ അനുഭവമായിരിക്കാം, ഞങ്ങൾക്ക് ഒരുപാട് പേർ ഇങ്ങനെ ബോഡിയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന് അവർ അനുഭവം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ സ്നേഹിതരെ, ഇങ്ങനെ വലിക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കും. എനിക്ക് പ്രസംഗിക്കാനൊക്കെ ചില സമയം ഭയങ്കര ബുദ്ധിമുട്ട്, ഇന്ന് വന്ന് കയറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വലിക്കുന്ന ശ്വാസം അടുത്ത് വന്നില്ലെങ്കിൽ എന്താ, ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തിരിച്ച് ശ്വാസമില്ല, പിന്നെ നമ്മളെ പേരുമില്ല, നമ്മളെ പേരും പിന്നെ വിളിക്കില്ല, പേര് വിളിക്കും, പിന്നെ ബോഡി, പിന്നെ ചോദിക്കുന്നത് അടക്കം എപ്പോഴാണെന്ന് ചോദിക്കുള്ളൂ. പിന്നെ ചോദിക്കുന്നത് ഇത് മാത്രമേ ചോദിക്കൂ, പിന്നെ വേറെ ഒന്നും അവർ ചോദിക്കത്തില്ല. അടക്കം എപ്പോഴെന്ന് അറിഞ്ഞാൽ അടക്കുക, പോവുക, അത്രയും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ബന്ധം പോലും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ചിന്തിച്ചിട്ടുണ്ടോ ഇത്? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആർക്കും അപകരിക്കാൻ പറ്റാത്ത യേശുവിൻ്റെ നിത്യജീവനെ, ആ നിത്യതയെ, നിത്യരാജ്യത്തെ, ആ ദൈവിക ശക്തിയെ, ക്രിസ്തുവിലുള്ളതിനെ, ആർക്കും അപകരിക്കാൻ പറ്റാത്തതിനെ, സ്തോത്രം, ഹല്ലേലൂയ, നശിച്ചു പോകാത്തതിനെ പ്രാപിക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വായിച്ചേ, ഒന്നുകൂടെ യോഹന്നാന്റെ സുവിശേഷം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വായിച്ചേ.
അവർ അവനോട് ആ. ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അടുത്ത് യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്രയെന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്തു പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത്. ഇതാണ് പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം നമ്മുടെ പുറകെ വരും. സങ്കീർത്തനം 120 പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. എവിടെ നന്മ വരുമെന്ന്, എങ്ങനെ വരുമെന്ന്? പുറകെ വരും. ആമേൻ. നന്മയും പിന്നെ കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും എന്ന് വേദപുസ്തകം പറയുന്നു. തീർന്നില്ല. സ്വത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും കിട്ടുമെന്ന് വേദപുസ്തകം പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആർക്കും അപകരിക്കാൻ പറ്റാത്ത, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ആ നിത്യ ജീവന് ആമേൻ പ്രാപിക്കാത്തടത്തോളം കാലം ഇതെല്ലാം നമ്മൾ പ്രാപിക്കും. നമുക്ക് അത്യാവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. ദൈവം തരാൻ ശക്തനാണ്, തരികയും ചെയ്യും. പക്ഷേ നഷ്ടമാക്കല്ലേ നിത്യജീവനെ, മാറ്റിക്കളയല്ലേ നിത്യജീവനെ. ആ ക്രിസ്തു തരുന്ന നിത്യജീവനെ ഇന്ന് പ്രാപിച്ചിട്ടേ പോകാവൂ. വായിച്ചവരി ഒന്നുകൂടെ വായിച്ച, ഇപ്പൊ വായിച്ചവരി. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കയില്ല. എന്റെ അടുക്കൽ ഇന്ന് പകൽക്കാലം ജീവനുള്ള അപ്പമാകുന്നു യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എന്റെ അകത്തും ആ ജീവൻ ഇറങ്ങട്ടെ, ആ നിത്യജീവനെ പകരണം അപ്പ. എന്റെ അപ്പന്റെ അടുക്കൽ കയറി വരാനുള്ള നിത്യജീവനെ, ആ ജീവനെ, ആ ശക്തിയെ, അങ്ങയുടെ ആത്മാവിനെ, അങ്ങയുടെ അഭിഷേകത്തെ എന്റെ മേലെ തരണം പറഞ്ഞേ. കർത്താവേ, ആ ജീവൻ എനിക്ക് വേണം, ആ നിത്യജീവൻ എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം, ആ ആത്മാവിനെ എനിക്ക് തരണമേ. വായിച്ചേ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. കർത്താവിന്റെ അടുക്കൽ വന്നാൽ അടുത്തവര് വായിച്ചേ. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ, വചനം പറയുന്ന മക്കളെ, നിങ്ങൾ കണ്ടിട്ട് വചനം കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല. ഈ അപ്പം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റൂ, എനിക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. ഈ നിത്യജീവൻ തരാൻ എനിക്ക് മാത്രമേ പറ്റൂ. ഒരിടത്ത് പോയി പൈസ കൊടുത്താൽ ഇത് കിട്ടത്തില്ല. എന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവന് ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇന്ന് പകൽക്കാലം ആ നിത്യജീവനെ പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നശിച്ചു പോകാത്ത ജീവൻ. വായിച്ചേ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. പിതാവ് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. അടുത്തവരെ, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഒരു നാളും തള്ളിക്കളയത്തില്ല. ഇന്ന് അപ്പന്റെ അടുക്കൽ വരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, എനിക്ക് രക്ഷപ്പെടണം അപ്പാ, എന്റെ അപ്പനായി ജീവിക്കണം അപ്പാ, എന്റെ അപ്പന്റെ ജീവൻ എനിക്ക് വേണം അപ്പാ. ഒരു കാരമുള്ള ഉപ്പായി, ഒരു പ്രകാശമായി, തണ്ടുമെല്ലിക്കുന്ന അപ്പച്ച വെളിച്ചമായി എനിക്ക് മാറണം അപ്പാ. കർത്താവെ, മറ നീങ്ങണം, അഭിഷേകത്തിൽ നിറയണം. വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് വേണം. അപ്പന്റെ അഭിഷേകം എനിക്ക് തരണം, ആ ജീവനെല്ലാം നിറയ്ക്കണം. ഇന്ന് അപ്പം എടുത്ത് നുറുക്കി എനിക്ക് അഭിഷേകത്തിൽ നിറച്ചെന്നെ അയക്കണപ്പാ. ഇതുവരെ വന്നതുപോലെ അല്ല, ഇതുവരെ ഞാൻ അനുഭവിച്ചു പോയതുപോലെ അല്ല. ആമേൻ. ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവിക ശക്തി പ്രാപിച്ച് ഞാൻ മടങ്ങി പോകുക. ആ നിത്യജീവനെ ആർക്കും അപകരിക്കാൻ പറ്റാത്ത നിത്യജീവനെ പ്രാപിച്ച് മടങ്ങി പോകാൻ കർത്താവേ എനിക്ക് ശക്തി തരണമേ. അടുത്തവര് വായിച്ചേ. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. യേശുവിന് കൊടുത്തതിനെ ഒന്നും കളയത്തില്ല. ഇന്ന് നമ്മളെല്ലാവരും കർത്താവിന് കൊടുത്ത മക്കളാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു മക്കൾ പോലും അല്ലാത്തവരില്ല. ഇന്ന് ഞാൻ പറയാം, നമ്മൾ ആരും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. നമ്മൾ ആരും നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. നിത്യജീവൻ പ്രാപിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ കയറി പോകുന്നവരുടെ കൂട്ടത്തിൽ എത്ര വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസത്തോടെ പറ, എന്റെ അപ്പൻ തന്ന മക്കളാണ് ഈ പള്ളിക്കകത്തിരിക്കുന്ന സകലരും എന്റെ അപ്പന്റെ മക്കളാണ്. ഇതിലൊന്നുപോലും നഷ്ടപ്പെടാൻ പോകുന്നില്ല, ഇത് ഒന്നുപോലും തകരാൻ പോകുന്നില്ല. കർത്താവ് ഇന്ന് പകൽക്കാലം ആ രക്തം കൊണ്ട് നമ്മളെ കഴുകി, ആ ജീവനെ പകർന്ന്, ആ അപ്പം തന്ന് കർത്താവിന്റെ അടുക്കൽ
വരുന്നവരാരും ആരെയും അനാഥരായി വിടാത്ത ദൈവം ഇന്ന് ആ ജീവനെ തരാൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതൊക്കെ ഭാരത്തോടെയാണ് ഇതിനകത്ത് വന്നത് സ്നേഹിതരെ, ആ ഭാരങ്ങൾ മാറ്റി. ഒപ്പം ആമേൻ, ഈ ഭൂമി വിട്ടു പോകുമ്പോഴും അപഹരിക്കാൻ പറ്റാത്ത മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. ആ നല്ല അംശമാകുന്നു യേശുവിന്റെ ജീവൻ പ്രാപിച്ച് ഇതുവരെ ഇല്ലാത്ത സന്തോഷം, ഇതുവരെ ഇല്ലാത്ത നിത്യജീവൻ, ആ നിത്യത ഉറപ്പാക്കി പോകുവാൻ ഇന്ന് നമ്മുടെ കർത്താവിന്റെ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ആ ജീവനെ ഇന്ന് തരുവാൻ, ആ അപ്പം തരുവാൻ, ആ അഭിഷേകം തരുവാൻ വന്നിട്ടുണ്ട്.